ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. കോട്ടയത്താണ്. എൻ്റെ പുറകിൽ പുതിയ താർ റോക്സ് കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഈ പുതിയ താർ റോക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും. നമ്പർ പ്ലേറ്റ് പോലും കിട്ടിയില്ല. പക്ഷേ അതിനകത്ത് ചെയ്തേക്കുന്ന മാറ്റങ്ങളും ഒരു താർ റോക്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അറിയാൻ വേണ്ടിയാണ് ഈ മഴയത്തും. നിങ്ങൾക്ക് നോക്ക്, എൻ്റെ ഇവിടെ വെള്ളമാണ്. അവിടെ ഏതാണ്ട് സാഗറുണ്ട് നമ്മുടെ കൂടെ. നമ്മൾ രാവിലെ തന്നെ കോട്ടയത്ത് എത്തി താർ റോക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി താർ റോക്സിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. മഴ നനഞ്ഞിരിക്കുകയാണ്. സോ ലൈക്ക് അടിച്ചിട്ട് ഇപ്പം തന്നെ ഇരുന്ന് കണ്ടോ ഗൈസ്. കോട്ടയത്തെ ഏതോ മനോഹരമായ ഒരു സ്ഥലത്ത് താർ റോക്സ് നമ്മളവിടെ നിർത്തിയിട്ടിട്ട് എൻ്റെ പൊന്നെ എന്ത് ലുക്ക് ഗൈസ്. ആ സാധനം മഴയത്ത് ഭയങ്കര ജ്വലിച്ച് നിൽക്കുന്ന ഒരു ബ്ലാക്ക് കളർ ബീസ്റ്റിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു കിടിലൻ യൂസർ റിവ്യൂ ആൻഡ് എന്തൊക്കെ മോഡിഫിക്കേഷനാണ് ഈ താർ റോക്സിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ്, ശിവബ്രോയുടെയാണ്. സോ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ താർ റോക്സ്. ഭയങ്കര രീതിയിലുള്ള മോഡിഫിക്കേഷൻ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടയർ കാണുമ്പോൾ തന്നെ അറിയാം. ഇത്രയും വെള്ളമാണെങ്കിൽ ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും എടുക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ മഴ ഒന്ന് കുറയുന്ന വരെ അകത്ത് കയറി വിശേഷങ്ങൾ നമുക്ക് ആരായാം. ഓക്കെ, ഹായ് ഗൈസ്, ഹലോ. ഇതാണ് ഇതിൻ്റെ ഓണർ ആൻഡ് സാഗർ പുറകെ നിൽപ്പുണ്ട്. ഓക്കെ, ഞാനൊന്ന് അകത്തോട്ട് കയറട്ടല്ലേ. നല്ല വിശാലമായ സ്ഥലമുണ്ട് ഗൈസ്. ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ കയറാൻ സാധിക്കും. ഇച്ചിരി വെള്ളമൊക്കെ ആക്കുകയാണ്. ഓക്കെ, ഓണറിന്റെ വേദന. കുഴപ്പമില്ല. അപ്പോൾ ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ രണ്ടാമത്തെ വട്ടാ. അന്ന് ഞാൻ ഗ്ലാൻസ് കോട്ട് ചെയ്യാൻ വേണ്ടി ഗാരേജിൽ വന്നപ്പോൾ ഗോസ്റ്റിക്സിന്റെ അവിടെ വന്നപ്പോൾ കണ്ടുമുട്ടതാണ്. അന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടി. ഇന്ന് വണ്ടി കിട്ടി ആഫ്റ്റർ 1 year. 1 year ആയിട്ടില്ല, ഇല്ല, 8 മാസം. ഓക്കെ, ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 8 മാസത്തിനുള്ളിൽ താർ റോക്സ് സ്വന്തമാക്കിയ ആളാണ്. ബ്ലാക്ക് ഫുൾ ഓപ്ഷൻ അല്ലേ? ടോപ്പിന്റെ 4x4 ആൻഡ് ആ ഒരു കപ്പലിന്റെ അകത്താണ് ഇരിക്കുന്നത്. കപ്പൽ ഫീൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് വണ്ടി ഒരു നടുക്കടലിൽ തന്നെ കൊണ്ടിട്ടേക്കുന്നത്. ആ വൈപ്പർ നിട്ട് കഴിഞ്ഞാൽ അവിടെ 2 ഫാമിലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ട, വൈബ് അടിക്കാൻ വേണ്ടി അവർ ഇന്നോവ ക്രിസ്റ്റയ്ക്കകത്ത് വന്ന് ഇറങ്ങി കുടയൊക്കെ ആയിട്ട് വൈബ് അടിക്കാൻ പോയിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വണ്ടി എടുത്തതിന് ശേഷം? വളരെയധികം സന്തോഷം. സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ്, വളരെയധികം. ഭയങ്കര ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. പിന്നെ ഒത്തിരി കഥ പറയാനുണ്ട് വണ്ടിയെ പറ്റി. വേറെ വണ്ടികളൊക്കെ ഉണ്ട്. വോക്സ് വാഗൺ വിർട്ടസ് ഉണ്ട് ആൻഡ് ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ സ്റ്റാറ്റസ് ഇരുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. മഹീന്ദ്ര കുടുംബത്തിൽ ഓൾറെഡി വണ്ടികൾ പരിചയം ഉള്ളതുകൊണ്ട് മഹീന്ദ്രയായിട്ട് ഒരു ടച്ച് ഉണ്ട് ഇല്ലേ? മഴയെന്ന് പറഞ്ഞ ഐസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങി വീഡിയോ എടുക്കാം. ഇതിന്റെ പുറത്ത് ഇന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ എടുക്കുന്നല്ലേ അതിന്റെ ഒരു ഭംഗി അല്ലേ? അതെ. അതിന്റെ ഓണർ വന്നപ്പോൾ തൊട്ടൊരു 15 ഫോട്ടോ കാച്ചി കാണും. ഒന്ന് ഷൂട്ട് ചെയ്യായപ്പോഴെങ്കിലും വാ ഗൈസ്. ഇവിടെ ചെറിയൊരു വെള്ളം കുറഞ്ഞ ഒരു സ്പോട്ടിൽ നമ്മൾ നിർത്തി. അത് അഴകാണല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടിട്ടിട്ട് കാണാറുണ്ടോ? പിന്നെ അതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്തുകൊണ്ട് താർ റോക്സ്? താർ ഭയങ്കര ഇഷ്ടമായിരുന്നു. താർ 3 door. അപ്പൊ താർ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ താർ സെക്കൻഡ് ഹാൻഡ് ഒരു 3 door എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ മറ്റേ കോഴിക്കോടൊക്കെ പോയി കുറെ വണ്ടി നോക്കി. ഒരെണ്ണം പോലും സെറ്റ് ആയില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ റേറ്റ് നോക്കുകയില്ല, ഇല്ലെങ്കിൽ വണ്ടി മൊത്തം ചളക്കോ എടുക്കും എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ നോക്കിയപ്പോഴേക്കും ഇത് ഇങ്ങനെ 5 door വരുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടു. 5 door വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നമുക്കൊന്ന് നോക്കിയേക്കാന്ന് വെച്ച് ബുക്ക് ചെയ്തതാ. വണ്ടി വന്നപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു എടുത്ത്. അല്ല, ഈ 7 മാസം വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് തോന്നിയോ? പിന്നെ നമ്മൾ ഓരോ ദിവസവും ഒരു വലിയ വീഡിയോ ഒന്നും ഇല്ല. വേറെ വീഡിയോ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട സാധനം ഒന്നും വീഡിയോക്കകത്തില്ല. ഹിഡൻ കുറെ സംഭവങ്ങൾ നമുക്ക് വേറെ വീഡിയോ വെച്ചാൽ. ഓക്കെ, നമ്മൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്തെന്തുവാ? വണ്ടി എടുത്തു കഴിഞ്ഞ് നമ്മള് ഒരു സാധനം തിളങ്ങിയാണ് നിൽപ്പുണ്ട്. എന്നാലും അത് നമ്മളാദ്യം ഇത് ടിൻഡ് ഒട്ടിച്ചു. ടിൻഡ് എല്ലാം ചെയ്ത് പിന്നെ പോയി ടയർ മാറി, അലോയും മാറി. 19 ഇഞ്ചാ വണ്ടിയെ വരുന്നത്. സ്റ്റോക്ക് വരുന്നത് 19 ഇഞ്ച്. ഇപ്പൊ നമ്മൾ 18 ഇഞ്ചാക്കി. 18 ഇഞ്ച് ഭയങ്കര പ്രൊഫൈലുള്ള സാധനം. ഇതിന്റെ പ്രൊഫൈലൊക്കെ എത്ര? ഇത് പ്രൊഫൈല് വരുന്നത് ഞാൻ ഫുൾ സൈസ് പറയാം. 285 വിഡ്ത്ത് വരും. 285 വിഡ്ത്ത്, 60 വരുന്നത് പ്രൊഫൈല്, 18 വരുന്നത് ഇതിന്റെ റേഡിയസ്. ഓക്കെ, ഇതിന്റെ അലോയാ? ഇത് ലെൻസോടെ വിട്രോസിൽ അത് തന്നെ ഇട്ടേക്കുന്നത്. ലെൻസോ ഫാനാ. എക്സ്പെൻസീവ് ആണെങ്കിലും അതാണ് ഇഷ്ടം. വേറെ നോക്കിയൊന്നുമില്ല, വേറെ ബാക്കപ്പ് ആയിട്ടൊന്നും നോക്കില്ല. ഈ റോക്സിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാലിപ്പർ ഉണ്ടോ, ഇതിന്റെ കാലിപ്പേഴ്സിൽ ഇവിടെ കാലിപ്പേഴ്സ് ടച്ച് ചെയ്യും. ബാക്കിയുള്ള ഈ ഇതാകുമ്പോ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഇത് ഡിസ്റ്റൻസ്, ഇതൊരു സേഫ് ലുക്കും കിട്ടും. നമ്മുടെ വർക്ക് വെയിറ്റും കുറവാ. ആ കൂട്ടത്തിൽ ഇതിന് തട്ടലും മുട്ടലും. അല്ല, അപ്ഗ്രേഡ് ആയി കഴിഞ്ഞിട്ട് കോൺഫിഡൻസ് കുറവുണ്ട് വണ്ടിയിൽ. എങ്ങനെ ഇതിന് കോൺഫിഡൻസ് കൂടുതലേ ഉള്ളൂ. അല്ല, നമുക്ക് ഈ നെഗറ്റീവ് നേരത്തെ വെള്ളം കയറുന്ന ഇഷ്യൂ പറഞ്ഞത് അത് മാത്രം ഒഴിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ ആണെന്നാണ് പറയുന്നത്. വെള്ളം കയറുന്നു, വെള്ളം തെറിക്കുന്നു.
നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ ലോങ് വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് വെള്ളം തെറിച്ച് ഗ്ലാസ്സിലോട്ട് വീഴുന്ന ഒരു സംഭവം ഇതിട്ട് അത് പിന്നെ ഇത് പറ്റത്തില്ല നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിലാണ് അടുത്ത ക്രഷ് തോന്നുന്നത്. എന്താണ് ബാക്ക് സൈഡിനെ പറ്റി പറയാനുള്ളത്? ബാക്ക് സൈഡ് നല്ല 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 ഭയങ്കര ഒരു ആന ചന്തമാണ്. എനിക്കോ വണ്ടിക്ക് ഇത് പാപ്പാൻ ഇത് ആന. ഇൻസ്റ്റാഗ്രാമിന്റെ പേരൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. പോലീസുകാർ പോയി. അല്ല ബാക്ക് സൈഡ് നമ്പർ എന്താ? എന്തെങ്കിലും ലൈക് കസ്റ്റം എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തോ നമ്പർ? നമ്പർ 006 എന്നാ. അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നോക്കി പക്ഷെ കിട്ടിയില്ല. വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഏലവായിരുന്നു. ഓക്കെ. ബാക്ക് സൈഡിലാണെങ്കിലും അലോയുള്ള ടയർ അങ്ങോട്ട് സ്പെയർ അങ്ങോട്ട് എടുത്തിട്ടപ്പോഴത്തേക്ക് ഏതല്ലേ ആ ബ്ലാക്കും ഈ കളറും കൂടെ ആയപ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു പ്രത്യേക ചേലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഓക്കെ, ക്യാമറ നമുക്ക് സാഗറിലോട്ട് കൊടുക്കാം. സാഗർ അങ്ങോട്ട് കാഴ്ചക്കോളൂ. ഇനി ഞാൻ ക്യാമറ അനക്കി ചെയ്തു എന്ന് പറയണ്ട. ആൻഡ് ഈ വണ്ടി നോക്കുന്ന സമയത്ത് വേറെ ഏതൊക്കെ വണ്ടി നോക്കിയായിരുന്നു? ഞാൻ പറഞ്ഞില്ല, വേറെ അങ്ങനെ നോക്കിയൊന്നുമില്ല. ഇതിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്ത് ഇതിന് വേണ്ടി എടുക്കുമായിരുന്നു. താർ ഇഷ്ടമായിരുന്നു. ഇതില്ലായിരുന്നെങ്കിൽ താർ എടുത്തേനെ. ഇതില്ലാതെ താർ എടുത്തേനെ. 3 ഡോർ എടുത്തേനെ. ഓക്കെ. നമ്മൾ സ്വിഫ്റ്റും ഒരു വെർട്ടസും യൂസ് ചെയ്തോണ്ടിരുന്നത് വീട്ടിലെ വണ്ടിയാണ്. അപ്പം ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. വണ്ടി വഴിക്കൊക്കെ കാണുമ്പോൾ താർ ഇങ്ങനെ ബ്ലാക്ക് താർ പോകുമ്പോൾ കാണുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങിയതാ. പിന്നെ ഇത് ഇത്രയും പ്രാക്ടിക്കൽ ആയില്ലേ വണ്ടി. വലിപ്പം നല്ല സ്പേസ് ഉണ്ട്. ഒരു ചെറിയ റൂം പോലെ ആയില്ലേ. അപ്പം ഒരു സുഖം തോന്നി അങ്ങ് എടുത്തതാ. അങ്ങനെ എടുത്താ. ഓക്കെ. ഇത് ഓൺ റോഡ് എത്രയായി? ഇത് ഓൺ റോഡ് വരുമ്പോൾ 30 lakhs. 30 lakhs. ഓക്കെ. ടോപ്പ് എൻഡ്. അതായത് X7 ലക്ഷറി 4-wheel drive. ഓക്കെ. ഈ വേരിയന്റ് ആയിട്ടോ കുറഞ്ഞിറങ്ങിയേക്കുന്നത്. അല്ല ഇപ്പൊ വില മാറില്ല, ടാക്സ് വ്യത്യാസം വന്നില്ല ഈ വർഷം. വില കൂടി കാണണം അല്ലെ? പുതിയ കഴിഞ്ഞ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ പുതിയ മോഡൽ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും വെച്ച് ഇറക്കില്ലല്ലോ? അത് തന്നെ ഇറങ്ങിയല്ലേ ഉള്ളൂ. ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബുക്കിംഗ് 8 മാസം ഫേസ് ലിഫ്റ്റ് ആണുള്ള സമയം കിട്ടിയില്ല. അല്ല, എനിക്കൊന്ന് ഇറങ്ങിയ സമയത്ത് എന്തോ കളറിന്റെ എന്തോ സീറ്റിന് എന്തോ വ്യത്യാസം. അതിപ്പോ ബ്രൗൺ സീറ്റ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് പ്യുവർ ഒരു ബീജ് വൈറ്റ് സെറ്റപ്പ് വരുന്നത്. അതെങ്ങനെ ദഹിക്കോ? ഇല്ല. പ്രത്യേകിച്ച് ഒരു ഓഫ് റോഡിന് വേണ്ടി ഇറക്കി, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആണ്. ഓക്കെ, എന്നാലും ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള വണ്ടി. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി എല്ലാം വിട്ടേര്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ഇമാര് സീറ്റ് സൂക്ഷിക്കുന്നത്? അല്ല, ഇത് ചെളി പറ്റത്തില്ല. ഇത് ഡ്രസ്സേലെ ചെളി, ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട് കയറി ഇരുന്ന ചുവപ്പ് കളറാ. ഓന്തിന്റെ സെറ്റപ്പാ. ഓക്കെ. താർ റോക്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 5 പോസിറ്റീവ്. താർ റോക്സിൽ 1 ഡ്രൈവിംഗ് പൊസിഷൻ, കമാൻഡിംഗ് പൊസിഷൻ, പിന്നെ ഇതിന്റെ ടോർക്ക്, പിന്നെ ഡീസൽ എത്ര ലിറ്റർ ആയിരുന്നു? 2.2 ലിറ്റർ. ഓക്കെ. പിന്നെ എഞ്ചിൻ ഇഷ്ടമാണ്. സൈലന്റാ. ഞാൻ കോട്ടയത്ത് ഇങ്ങനെ ചുമ്മാ കറങ്ങിയപ്പോ നല്ല സൈലന്റ്, അകത്ത് ഒട്ടും സൗണ്ട് കേൾക്കും. ഡീസൽ വണ്ടി ഞാൻ തോന്നത്തില്ല. അതെ ഞാനിങ്ങനെ അപ്പൊ അങ്ങനെ ആ ഒരു റിഫൈൻമെന്റ് അതിനൊരു മാർക്ക് കൊടുക്കാം. ലുക്കിന് കൊടുക്കാം. കഴിഞ്ഞു 5. ഓക്കെ. നമുക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങി വന്നാൽ, സഗർ വെള്ളമൊക്കെ നോക്കി കറങ്ങി വന്നാൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ സൈഡ് ഭാഗങ്ങളിലെ ഭംഗി നമുക്ക് കാണാം. ഇത് പ്രത്യേകിച്ച് ഡീക്രോം, ഇതൊക്കെ ഡീക്രോം രണ്ടാമത് ചെയ്തതല്ലേ? ഇതൊക്കെ മാറ്റ് ബ്ലാക്ക്. ഇത് നമ്മൾ ബ്ലാക്ക് ചെയ്തതാ. ഇത് ഫുൾ ബ്ലാക്ക് അല്ലേ? ഓക്കെ. അങ്ങനെ ചുമന്നിരിക്കുന്ന അതെല്ലാം കവർ മോഡൽ ഇട്ട്, ലൈക്ക് ഇതൊരു കവർ അല്ല, ഇത് റാപ്പാ. ഇത് റാപ്പാണോ? ഈ പീസ് ഇതിന്റെ കൂടെ ഉള്ളതാണോ? ഇതല്ല, ഇതിലുള്ളത്. ഇത് ചെയ്തേക്കുന്നല്ല റാപ്പ്, ഫുൾ റാപ്പ്. പക്ഷെ വെട്ടം കത്തുമ്പോൾ എല്ലാം കറക്റ്റ് കാണുകയും ചെയ്യും. സ്മോക്കിംഗ് പറ്റിയില്ല. ഡിമ്മും ചെയ്തിട്ടുണ്ട്. ലൈറ്റിന്റെ അവിടെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വശങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതൊരു ബ്ലാക്ക് വണ്ടിയാണ്. സോ പ്രാക്ടിക്കാലിറ്റിയിൽ ബ്ലാക്ക് കളർ, പ്രത്യേകിച്ച് ഒരു ഓഫ് റോഡ് പർപ്പസിന് പോകുന്ന വണ്ടി, ബ്ലാക്ക് കളറിന് എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയിട്ടുണ്ടോ? എടുക്കണ്ടായിരുന്നു ബ്ലാക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്ന PP ഫൈറ്റ് ഉണ്ടല്ലേ? ഓക്കെ. അതുകൊണ്ട് പേടിയില്ല. അല്ലാതെ സ്ക്രാച്ച് ആവുന്ന ഇതിനൊക്കെ ബ്ലാക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വൈറ്റും പ്രത്യേക ലുക്ക് ഉണ്ട്. ഒരു ജീപ്പ് ടച്ച് ഉണ്ട് ഇല്ലേ വൈറ്റിന്? ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ല. എനിക്കിഷ്ടം വൈറ്റ്. എനിക്കിഷ്ടമില്ലാത്ത എനിക്ക് ഇതായിരുന്നു ഇഷ്ടം, ഞാനിത്. ഓക്കെ. ഞാൻ ചോദിച്ചത് ഇത് ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുണ്ടോ ബ്ലാക്ക്? അങ്ങനെ കൂടെ ചെയ്തുകൊണ്ട് പിന്നെ പാടില്ല. കഴുകാനൊക്കെ ഏറ്റവും എളുപ്പം PPF ഉള്ള വണ്ടികളായിരിക്കും. വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞ് ഹൈഡ്രോഫോബിക് ചള്ളയുള്ളതുകൊണ്ട്, ചള്ളയുണ്ട്, വെള്ളം ഉള്ളതുകൊണ്ട് കാണത്തില്ല. ടയറിന്റെ സൈസ് കണ്ടോ? എന്റെ മുട്ടിന്റെ നിറഞ്ഞ് കവിഞ്ഞ് ഒരു തുള്ളി ഇങ്ങനെ ഇന്ന മോനെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക, എടുക്കടാ മോനെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഇരിക്കുക. ഓക്കെ. ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വരാമായിരുന്നു എന്ന് തോന്നിയ ഒരു 5 നെഗറ്റീവ്, അല്ലെങ്കിൽ എന്താ തോന്നുന്നത്? എങ്ങനെ ഇഷ്ടപ്പെടാത്തത്? എനിക്കിതിന്റെ മറ്റേ ഫ്യൂവൽ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതിൽ ചില ഇലക്ട്രിക് ആക്കി. അതൊന്ന് കാണിച്ചിട്ടാ. അത് ഇലക്ട്രിക്. ഓക്കെ. ഇത് വന്നപ്പോഴത്തേക്ക്, ഈ മോഡൽ വന്നപ്പോഴത്തേക്ക് ഇലക്ട്രിക് ആയി. മറ്റേ താറിന് അതൊന്നും ഇല്ലാഞ്ഞല്ലോ, കീ വെച്ചിട്ട്. ഓക്കെ.
അതുവരെ ഇത് ഇലക്ട്രിക് ആക്കിയ സമയത്ത് നമ്മൾ ചിലപ്പം ഡീസൽ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഞെക്കിയാലും തുറക്കുകയില്ല, ജാം ആയിട്ടിരിക്കും ചില നേരത്ത്. അത് ഈ മോഡലിലാണോ? എല്ലാവർക്കും വീഡിയോ നോക്കി മിക്കവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മൾ ഞാൻ ഞെക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ, എത്ര എപ്പോഴേലും തുറക്കും. പിന്നെ അവിടെ നിൽക്കുന്നത് നമുക്ക് വണ്ടിയാണ്, ഇത് വെയിറ്റ് പോകുന്നില്ല, നേരെ കിട്ടുന്നെടുത്ത് താറല്ലേ നമ്മൾ കുറെ കണ്ടോ. അല്ല അവിടെ ഇരുന്ന് ഐ ഡി കാർഡൊക്കെ ഇങ്ങനെയൊക്കെ തുറക്കും. പിന്നെ ചെയ്യാൻ പറ്റും, ഡീസൽ അടിക്കണ്ടേ. എന്നിട്ട് അല്ലാതെ എപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ് സ്റ്റേബിൾ എടുക്കും. അവിടെ പറഞ്ഞോ, മഹീന്ദ്ര പറഞ്ഞോ? പറഞ്ഞൊന്നുമില്ല. അവര് പറഞ്ഞു മോനെ ഇത് അങ്ങനെയാന്ന് പറയാം. അല്ല പിന്നെ ഞാൻ പറഞ്ഞൊന്നുമില്ല, എല്ലാവർക്കും കണ്ടു. പിന്നെ ഇപ്പൊ എന്നാ ചെയ്യാൻ നോക്കും, ചെയ്യാൻ പറ്റും. പക്ഷെ അത് വേറെ എന്തെങ്കിലും പാർട്സ് മാറ്റിട്ടോ അല്ലെങ്കിൽ ഇതുവെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തും തുറക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് കാണും. ഇലക്ട്രിക് അല്ലേ? അല്ല പക്ഷെ ഉണ്ട്, എന്നാലും കാണിക്കാമല്ലോ. ലൈക്ക് കാറിന് ഇവിടെ ഈ ഒരു ബട്ടൺ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വലിക്കാൻ ലിവർ ഉണ്ട്. ക്യാമറ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു ഉണ്ടോ, ഇവിടെ ലിവർ ഉണ്ട്. പക്ഷെ അതെ 30 ലക്ഷം കൊടുത്ത വണ്ടിക്ക് അങ്ങനെ തുറക്കണ്ട. അതെല്ലാം എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാണുന്ന ഫ്യൂവലിന്റെ ടാങ്ക് നിങ്ങൾക്ക് മാനുവലി എമർജൻസി സിറ്റുവേഷനിൽ തുറക്കാം. ഓക്കെ, ക്യാമറ ഇവിടെ വെച്ചോ, പ്ലസ് പോയിന്റ്. ഇതിനെങ്ങനെ തിരിച്ചടക്കുന്നത് വേണ്ടൊക്കെ അങ്ങനെ കറക്റ്റാ. ഓക്കെ, രണ്ടാമത്തെ നെഗറ്റീവ് ആദ്യം ഗ്ലാസ് ആണ്. ആണല്ലേ? ഗ്ലാസ് എല്ലാം കൂടെ പൊട്ടിച്ച് കൈ വെച്ചത്. ഇതൊരു വേറൊരു യൂട്ടിലിറ്റി വണ്ടി പോലെ ഇങ്ങനെയൊക്കെ തുറന്ന് ഒരു വൈബൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഓക്കെ, രണ്ടാമത്തെ നെഗറ്റീവ് ഇതിന്റെ സീറ്റ്സിന്റെ കളർ മെറ്റീരിയൽ എങ്ങനെയുണ്ട്? മെറ്റീരിയൽ എങ്ങനെ ഉണ്ടെങ്കിലും ഇരിക്കാൻ കുഷനിങ് ഒക്കെ അത് പറഞ്ഞപ്പോ തൈ സപ്പോർട്ട് എനിക്ക് ഇച്ചിരി കുറവ് പോലെ തോന്നി. എനിക്കും ആണോ? ഞാൻ വിചാരിച്ചത് എനിക്ക് വണ്ണമുള്ളതുകൊണ്ട് തോന്നിയാണ്. ഉണ്ടല്ലേ? ഇച്ചിരി കറക്റ്റ് ആയിട്ട് ഇച്ചിരി ചായച്ചൊക്കെ ഇട്ടാലേ കറക്റ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഒന്ന് വിടർന്നിരുന്നാ ഓക്കെ. അല്ലാതെ വലിയ വണ്ടിക്ക് ഇച്ചിരി സീറ്റ് ഇച്ചിരി നീളം കൊടുത്താൽ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതൊക്കെ എന്നതിനെ എങ്ങനെ കുറയ്ക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ XUV 700 വെച്ച് നോക്കുമ്പോൾ സീറ്റ് ചെറുതാണോ വലുതാണോ? XUV ഇത്രയും പ്രശ്നം എനിക്ക് സീറ്റിന് തോന്നി. കുറച്ച് വലിയ സീറ്റിന്റെ രീതിയൊക്കെയാണ്. തൈ സപ്പോർട്ട് കുറച്ചുകൂടി കൂടുതലുണ്ട്. പക്ഷെ അത് നീളമുള്ളവർക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു 6 അടി അടുത്തുണ്ട്, 6 അടി ഉണ്ട്. അപ്പം എനിക്ക് ഇരിക്കുമ്പോഴൊക്കെ പാടുണ്ട്. ഓക്കെ, പിന്നെ ഗ്ലിച്ച് ഒരു പ്രാവശ്യം 2-3 തവണ. അത് ഗ്ലിച്ച് ഇതിന്റെ മാത്രമല്ല, മഹീന്ദ്രയ്ക്ക് ഉണ്ട്. ഇത് സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ ഇത് സ്പീഡോമീറ്റർ ഒന്നും ഓൺ ആവത്തില്ല. ക്ലസ്റ്ററിലും ഗ്ലിച്ച് ഇതിനകത്തും ഒന്നും കാണുന്നില്ല. ഞങ്ങൾ മഹീന്ദ്രയുടെ ലോഗോ വന്നിട്ടിരിപ്പുണ്ട്. വണ്ടി സ്റ്റാർട്ടായി 5 മിനിറ്റ് ഇത് അനങ്ങുന്നില്ല. 2-3 തവണ അങ്ങനെ കാണിച്ചു, പിന്നെ വന്നിട്ടില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാം അപ്ഡേറ്റ് തീരുമെന്ന് എല്ലാരും പറയുന്നത്. മറ്റേ യെല്ലോ കോസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. ഇത് ഈ പ്രശ്നം ഇത് നമുക്ക് അടുത്ത അപ്ഡേറ്റ് ശരിയാക്കാം. ഈ വണ്ടി പോകുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന സ്ഥലത്തെ വെള്ളത്തിന്റെ ഇടയുണ്ടോ. ചിലപ്പോ പറ്റത്തില്ല. അങ്ങ് അറ്റത്ത് പ്രശ്നമുണ്ടോ? അല്ലല്ല, ആ കൊച്ചിന്റെ എത്ര ഉണ്ടായിരുന്നു വെള്ളം. അതായത് എന്റെ മുട്ട് വരെ ഇവിടെ വരെ കാണും, പക്ഷെ വണ്ടി മുങ്ങത്തില്ല. ഈ വണ്ടിക്ക് അത് പോരെ, ഹോണ്ടയുടെ ലോഗോ വരെ മുങ്ങുമായിരിക്കും, അത്രേ ഉള്ളൂ. അല്ല ഈ ലോഗോ, ആ ലോഗോ അല്ല, ടയറിന്റെ ലോഗോ. ഇയാൾക്ക് കണ്ടന്റ് പിടിക്കാനാണെന്ന് തോന്നുന്നു. വേറെ വഴിയുണ്ടോ? വേറെ അതിലൂടെ ചുറ്റി പോകേണ്ടി വരും. റിസ്ക് എടുക്കണ്ട, അത് ഞാൻ പറഞ്ഞു. പുതിയ വണ്ടിയല്ലേ? അതെ, ഇത് പിന്നെ മുങ്ങുമല്ലോ. പുള്ളിക്ക് കണ്ടന്റ് എടുക്കാൻ വേണ്ടിട്ടാ കേട്ടോ കൊള്ളാൻ പറഞ്ഞു. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണേ. വെള്ളത്തിൽ മുങ്ങത്തില്ല, എടുക്കാവുന്ന. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എന്താ? അല്ല, യെല്ലോ കോസ്റ്റ് പറയുമായിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളോട് പറയുന്നത് അടുത്ത അപ്ഡേറ്റ് റെഡിയാവും, അടുത്ത അപ്ഡേറ്റിൽ ഈ സാർ റെഡിയാവും എന്നുള്ള രീതിയാണ്. ഇതിന്റെ ആപ്പിൾ കാർപ്ലേ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? അത് വേറെ സംഭവം പറയാൻ മറന്നു. എനിക്ക് വണ്ടി എടുക്കുമ്പോ ആപ്പിൾ കാർപ്ലേ ഒക്കെ സ്വിഫ്റ്റിനകത്ത് ഒരു വർക്ക് ആവും. ഒരു 2 കിലോമീറ്റർ ഓടാണെങ്കിൽ 2 കിലോമീറ്റർ അടുത്ത് 2 തവണ ഓഫ് ആവും. അല്ലെ 30 ലക്ഷം കൊടുത്ത് എടുക്കുന്ന വണ്ടി. അതിപ്പോ ഏത് മഹീന്ദ്രയുടെ വണ്ടിയായിരുന്നു? B6-ന് യെല്ലോ കോസ്റ്റിന്റെ വീഡിയോ ആപ്പിൾ കാർപ്ലേ ഇല്ല. അതൊന്നും കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. എടാ അതെങ്ങനെ? എടാ ഈ കാലത്ത് മാപ്പ് ഇല്ലാതെ എങ്ങനെ ഒരു വണ്ടി പാട്ട് കേൾക്കാതെ എങ്ങനെ പോകുന്നത്? അവര് പറഞ്ഞ ഇൻബിൽറ്റ് മാപ്പ് ഉണ്ടെന്നാ പറയുന്നത്. അതൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണല്ലേ. സ്വിഫ്റ്റിന് പറ്റും. പിന്നെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാണുന്നതല്ല, പക്ഷെ ഉണ്ടായിരുന്ന വണ്ടി അല്ലേ, അതുകൊണ്ട് അറിയാലോ. അതിൽ നിന്ന് ഇങ്ങോട്ട് അപ്ഗ്രേഡ് വരുമ്പോ ഈ വണ്ടിക്ക് അതില്ലെന്ന് പറഞ്ഞാൽ തന്നെയാണ്. പക്ഷെ വെടി വെക്കരുതെന്ന് പറയുന്ന പോലെ. അതെന്തുകൊണ്ടാണ്? മഹീന്ദ്രയുടെ സോഫ്റ്റ്വെയർ സൈഡ് അങ്ങനെ, ടാറ്റയ്ക്ക് മറ്റേത് ഇലക്ട്രോണിക് സൈഡ് ആണെങ്കിൽ മഹീന്ദ്രയ്ക്ക് സോഫ്റ്റ്വെയർ സൈഡാ. അപ്ഡേറ്റ് മാറുമെന്നാണ്. അതെ, പക്ഷെ ആ അപ്ഡേറ്റ് എന്ന് വരുമെന്ന് അറിയില്ല. യൂസ് ചെയ്യുന്ന ആൾക്കാരും പറയുന്ന അപ്ഡേറ്റ് മാറുമെന്നാ.
സന്തോഷത്തോടെ അവർ പറയുന്നത് അപ്ഡേറ്റ് മാറുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല, ഷോറൂമുകാർ അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അപ്ഡേറ്റ് മാറുമെന്ന്. ഷോറൂമുകാരുമായിട്ട് അധികം വലിയ ബന്ധമില്ല. അല്ല അങ്ങനല്ല, നമുക്ക് ഞാനിത് 1000 കിലോമീറ്റർ ആയപ്പോഴേ നമ്മള് ഫസ്റ്റ് സർവീസ് അങ്ങ് ചെയ്ത ഓയിൽ ചേഞ്ചും കിലോമീറ്റർ 3300 3500 എടുത്തിട്ട് എത്ര മാസം കാണും? മാർച്ച് 20 എടുത്ത വണ്ടി. ഓക്കെ, ഏപ്രിൽ മെയ്. ഇത് പിന്നെ സ്ഥിരം ഓട്ടോ ഉള്ള വണ്ടി അല്ലല്ലോ, ഡെയിലി ഡ്രൈവ് ആണല്ലോ. ഡെയിലി ഡ്രൈവാ. ആണോ? അപ്പൊ വിട്ട് സാരം ഓടിക്കുന്നത്? 2 വണ്ടി മാറി മാറി ഓടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ഒരെണ്ണം കിടക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ അപ്പം 1000 കിലോമീറ്റർ നമ്മൾ അത്യാവശ്യം കാല് കൊടുത്ത് ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനകത്ത് മറ്റേ ഇതിന്റെ ഓരോ പാർട്ടിക്കിൾസ് ഒക്കെ കാണുമല്ലോ, മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ പടങ്ങട്ട പോട്ടെ വെച്ചിട്ട് ഫസ്റ്റ് സർവീസ് ഒക്കെ ചെയ്ത് 1000. ജിയോ എന്ന് പറയുന്ന ആളായിരുന്നു നമുക്ക് സർവീസ്, നല്ല സപ്പോർട്ടീവ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഉള്ള പോലെ തന്നെ പറയണമല്ലോ. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ ടീം എല്ലാം നല്ല സപ്പോർട്ടീവ്, വണ്ടി കറക്റ്റ് സമയത്ത് തരികയില്ല, അതൊക്കെ കറക്റ്റ് ആയിരുന്നു, ഒരു പ്രശ്നമൊന്നുമില്ല. ഈ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ അവരെ കുറ്റം പറഞ്ഞിട്ട് അവർക്ക് ബാക്കി ഓക്കെയാണ്, ബാക്കിയൊക്കെ ഓക്കെയാ, വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല, വേറെ നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എല്ലാരും പറഞ്ഞു ഈ സാധനം എല്ലാവർക്കും ഭയങ്കര ഇതായിട്ട് തോന്നും. ഇത് പിന്നെ റൂബിക്കോൺ അല്ലല്ലോ, ഇത് റോക്സ് അല്ലേ, ഇതിനതുപോലെ വലിച്ചു നീട്ടുമ്പോ അതിന്റേതായ ഒരു ഡിസൈൻ അവർക്ക് കൊടുക്കണമെങ്കിൽ. പിന്നെ വേറൊരു സംഭവം, താർ റോക്സും ഒരേ വണ്ടികളെ വലിച്ചു നീട്ടിയ പോലാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് പ്ലാറ്റ്ഫോം സഹിതം വേറെ വണ്ടിയാണ്, സസ്പെൻഷൻ എല്ലാം വേറെയാ. ഇത് മറ്റേ വണ്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിനകത്ത് എന്തിനാ എനിക്ക് പേഴ്സണലി തോന്നിയത് താറ് കൊടുത്തതിന്റെ താറിന് ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസ് ആൾക്കാർ ഇതിനകത്തോട്ട് മേടിക്കാൻ വേണ്ടിയാ. അതിന്റെ ലുക്സ് കൊടുത്തിട്ടുണ്ട്, ബാക്കും എല്ലാം ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും 3 ഡോർ വലിച്ചു നീട്ടിയ വണ്ടി അല്ല ഇത്. പക്ഷെ എനിക്ക് മെയിനായിട്ട് തോന്നുന്നു താറ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ മാറ്റുന്ന ഹെഡ്ലൈറ്റ് ആ സാധനം അവർ കമ്പനിയായിട്ട് നല്ല നമുക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാം. അതുകൊണ്ട് ഇത് മാറ്റുന്നവരെ പോലീസ് പോക്കത്തില്ലെന്ന് തോന്നുന്നു. ഇല്ല നേരത്തെ എങ്ങനെയായിരുന്നു ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഓപ്പണിലുള്ള എന്തും കൊണ്ടുവരാമല്ലോ. ജീപ്പിനെ ഇൻസ്പയർ ആയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ടയർ ആരും ഇടാൻ നോക്കുന്നുണ്ടല്ലോ, 285 സൈസ് ഇങ്ങനത്തെ ഒരു ടയർ ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബമ്പർ ചേഞ്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ബമ്പർ കുറച്ച് ഇറക്കി വെക്കണം. ഇത് ഇറക്കിയിട്ടുണ്ട്, മാക്സിമം ഫ്രണ്ടിലോട്ട് ഇറക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ടേണിംഗ് റേഡിയസ് ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം വരുത്തിയോ അതോ എല്ലാം ഓക്കെ, പ്രശ്നമൊന്നുമില്ല? ഉള്ളേരിയൽ സിറ്റിയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ എങ്ങനെയുണ്ട് സിറ്റി ഡ്രൈവ്? ഇത് ഒരു കാറാ, ജീപ്പിൽ പോയി ജീപ്പിന്റെ പൊസിഷൻ ഉള്ളൊരു കാർ, കമാൻഡിങ് പൊസിഷൻ ഉള്ളൊരു കാർ. പിന്നെ കാറതും പറഞ്ഞ് ഇങ്ങനെ വെട്ടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ 2 മലക്കൊക്കെ പറഞ്ഞിരിക്കത്തില്ല, രീതിക്ക് ഓടിക്കണം. അല്ല, ഇത് നോർമൽ ഒരു കാർ, ഇപ്പൊ ഒരു സ്വിഫ്റ്റിന്നോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ എന്താ പറയാ ഒരു ബെലനോന്നോ ഒരു കിയ സോണറ്റ് സെഗ്മെന്റ്, ആ ഒരു സെഗ്മെന്റിൽ നിന്നൊക്കെ വന്ന് പെട്ടെന്ന് ഒരു റോക്സിലോട്ട് വരുന്ന ആളാണെങ്കിൽ ഒരു എന്തായിരിക്കും പെട്ടെന്ന് മേജറായിട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഏത് തരത്തിലുള്ള ആളാണെന്നുള്ളത് വ്യത്യാസം. പ്രായമുള്ളവരായിരിക്കും, ഇല്ല ചുമ്മാ കയറി ഇരുന്ന ഉടനെ കാല് മൊത്തം കൊടുത്ത് ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഉള്ളവർക്ക് ഇപ്പൊ പോളോ ഓടിച്ച് ഫുള്ള് മാത്രം ഓടിച്ച് വെട്ടിച്ച് മാറുന്നവനോട് ഇത് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും, പറയാൻ പറ്റില്ല. അപ്പൊ എനിക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഓടിക്കണം. അപ്പൊ അങ്ങനെയല്ല, അത് കറക്റ്റ് ആയിട്ട് ഇതിപ്പം നമ്മൾ 1 മാസം ഓടിക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു താളം കൈ കിട്ടും. അല്ല, ഈ വണ്ടി അറിഞ്ഞു ഓടിക്കുന്ന, വണ്ടി നമ്മളെ ഓടിക്കാതെ വണ്ടിയെ നമ്മൾ ഓടിക്കുക, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കൈ നിൽക്കും. അത്രേ ഉള്ളൂ. വണ്ടിയുള്ള അതിനെ നമ്മൾ ഓടിച്ചാൽ മതി. പക്ഷെ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം, ഇത് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കണ്ടല്ല. ഓക്കെ, അല്ല സിറ്റിയിലൊക്കെ ആണെങ്കിലും പാർക്കിങ്ങും ചെറിയ ഊട് വഴി കൂടെ കയറി പോകുമ്പോൾ എങ്ങനെ കൈ നിൽക്കുന്നുണ്ടോ? 360 ഭയങ്കര ഉപയോഗം. കറക്റ്റ് ഇപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. കറക്റ്റ് എവിടെയെങ്കിലും ചേർത്തിടാനാണെങ്കിലും എവിടെ എല്ലാ കാര്യത്തിലും 360 ഉണ്ടായിരുന്നല്ല. അമ്മയ്ക്കൊക്കെ, എന്റെ അമ്മ യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി, ഓടിക്കുന്നുണ്ട്. അപ്പൊ അമ്മ 360 ഒക്കെ നോക്കി പാർക്ക് ചെയ്യാൻ നോക്കി ബാക്കി അറിയത്തില്ല. അങ്ങനെ പാർക്ക് അറിയത്തില്ലല്ലോ. സാധാരണ റിവേഴ്സ് ക്യാമറ കണ്ടിട്ട് ഇത് മോളിൽ നമ്മള് ശരിക്കും പറഞ്ഞ നമ്മൾ ഈ റിവേഴ്സ് ക്യാമറ നോക്കിയിട്ട് പെട്ടെന്ന് ഈ വണ്ടി മണ്ടെന്ന് എടുത്ത് എങ്ങോട്ട് പോകുന്നു ചിലർക്ക് കുറച്ച് സമയം എടുക്കും. ഒരു ഗെയിം കളിച്ചാൽ ഫീൽ ഉണ്ടെങ്കിൽ ഓക്കെ, വണ്ടി ഓടിക്കാം. ആദ്യം നമ്മളൊരു ഡോക്ടർ ഡ്രൈവിംഗ് പോലത്തെ ഗെയിം ഒക്കെ ഒന്ന് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം എളുപ്പം ഓടിക്കാം. എളുപ്പം. അല്ലാതെ സിറ്റിയിലാണെങ്കിലും ഡ്രൈവിങ്ങിന് പ്രശ്നം തോന്നിയിട്ടില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. റോക്സ് അല്ലെങ്കിൽ ഏത് വണ്ടി എടുത്തേനെ? റോക്സ് ആയിരുന്നു ഇഷ്ടം ആയിരുന്നു, പക്ഷെ ഒരു SUV ടൈപ്പ് ഉള്ള ഒരു വണ്ടി വേണം, ഓഫ് റോഡിംഗ് ഒക്കെ പോകണം എന്നുണ്ടായിരുന്നെങ്കിൽ വേറെ ഒരു വണ്ടി കൺസിഡർ ചെയ്തേനെ. ആ പ്രൈസിന് 30 ലക്ഷമാണല്ലോ കൊടുത്തത്. ചോദ്യം മനസ്സിലായി. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കണക്കിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇത് എടുക്കത്തില്ലായിരുന്നു, ഇതില്ലായിരുന്നേ. താർ എന്ന് പറഞ്ഞൊരു വണ്ടി ഇല്ലായിരുന്നേ, വേറെ വണ്ടി എടുക്കത്തില്ല. 2 വണ്ടി ഉണ്ടായിരുന്നു, വെറുതെ വണ്ടിയുടെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടി തന്നെ നോക്കി താറിന്റെ ഇഷ്ടത്തിന് വേണ്ടി എടുത്തതാ. ഇനി ഇങ്ങനെ അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ വേണ്ടിട്ടൊന്നും ഇല്ല. ഫോർച്യൂണറൊക്കെ ഭയങ്കര പൈസ ഇല്ല. എല്ലാം ഇത് ഫോർച്യൂണറിനെക്കാട്ടി വിട്ടും കൂടുതലുണ്ട്. കമാൻഡിംഗ് പോസ്റ്റിന് അതിനെക്കാട്ടിലുണ്ട്. അതിനെ മോശം പറയുന്നല്ല, വില കൊടുക്കേണ്ട കാര്യമില്ല വണ്ടിക്ക്. ഉണ്ട്, ഓൾറെഡി കൂട്ടുകാർക്കുണ്ട്, അവിടെ ഇപ്പോഴും കുറച്ചു മുമ്പ് പോയപ്പോഴും അവിടെ കിടപ്പുണ്ടായിരുന്നു. അതെ, ഇവിടെ ചിലപ്പോ കൂടുതൽ വെള്ളം കാണും, പണി കിട്ടണ്ടല്ലോ വെറുതെ.
ഇത് പൊക്കോളൂ. നിങ്ങൾക്ക് വേണ്ടി ഈ മഴയത്ത് എനിക്ക് പനി പിടിക്കും. നാളെ ഒന്നും വീഡിയോ ഇല്ല, എനിക്ക് പനി പിടിക്കും. എന്നിട്ടും വേറെ വഴി ഉണ്ടാതായിരിക്കും നല്ല. എന്ന് വെച്ചാൽ എല്ലാ പിള്ളേരൊക്കെ നടന്നു പോകുമ്പോൾ ഇത്രയും പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഒരു വണ്ടി വന്നു ഗൈസ്, അങ്ങോട്ട് വണ്ടി പോവില്ല. അപ്പോൾ വെള്ളം കെട്ടായാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വണ്ടി ഇവിടെ സേഫ് ആയിട്ട് സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാൻഡിലിങ്ങിനെ പറ്റി പറയൂ, കേൾക്കട്ടെ. ഹാൻഡ്ലിങ് പറ്റി പറയുവാണെങ്കിൽ ഇതിന് മറ്റേ EBD ഈ ട്രാക്ഷൻ കൺട്രോൾ പരിപാടികളെല്ലാം വളവ് നമ്മൾ അത്യാവശ്യം സ്പീഡ് ഒരു മൊമെന്റം ഉണ്ടെങ്കിൽ നമ്മൾ വളവ് നമ്മൾ ഈ ഒരു സൗണ്ട് കേൾക്കും. നമ്മളവർക്ക് പവർ കട്ട് ചെയ്യോ വണ്ടി. ചില നേരത്ത് ഭയങ്കര ഓവർ സ്പീഡാണ്, ചെറിയ ബ്രേക്കിംഗ് പോലെ ഫീൽ ചെറിയൊരു ബ്രേക്കിംഗ് പവർ കട്ട് ചെയ്ത് പവർ ഇല്ല. ആക്സിലേറ്റർ ഉണ്ടെങ്കിലും വണ്ടി വലിയ വളവൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ ചെറിയ വളവിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെന്നല്ല. ശരിക്കും അതൊരു പ്രായമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഫീച്ചറാണ്. അവർക്ക് അപ്പൊ അറിയാതെ ട്രാക്ഷൻ ഓൺ ആണ്. അപ്പം ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്, പക്ഷെ ഒരു 50-60 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഓൺ ആവും. പക്ഷെ ഇത് ഈ നമ്മൾ ഈ ബൈക്ക് വളവൊക്കെ വളയ്ക്കുന്ന സമയത്ത് എഞ്ചിൻ ഓഫ് ആയി പോകുന്ന ഇഫക്റ്റ് അല്ലേ, അത് വേണ്ടായിരുന്നു. ഓടിക്കാറിയാവുന്നവർ ഓടിച്ചോളുകയല്ലേ, അങ്ങനെ കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഇത് പല ആൾക്കാർക്ക് പല രീതിയിലാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ആ സാധനം വലിയ ഓവർ സ്പീഡാ അതില് പാടില്ല. പക്ഷെ അത് നമ്മുടെ കൈ നിൽക്കുന്നോണ്ടാണ് നമ്മൾ ഞാൻ ചവിട്ടി പിടിച്ചിങ്ങനെ തിരിക്കുക എന്നുള്ളതല്ല. അല്ല, സേഫ്റ്റി റീസന്റെ ഭാഗമായിട്ട് ഹാച്ച് ബാഗ്സ് ഒക്കെ ഓടിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ്. ഹാച്ച് ബാഗ് പോളോ അങ്ങനെ ഞാൻ വളച്ച കാര്യം കുറ്റം പറയുന്നതല്ല, ഞാൻ ഒന്നിനെ കുറ്റം പറയുന്നതല്ല, ഞാൻ പറയുന്ന ഒരു ഫാക്ട്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം വണ്ടി വെച്ചിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ആ പ്രൈസ് പോയിന്റ് ആ ഒരു മോഡൽ കാറ്റഗറിക്ക് വെച്ചിട്ട്. ഇപ്പൊ ഇതും പോളോ പറ്റത്തില്ല, പോളോയുടെ സെഗ്മെന്റ് വേറെ, ഇതിന്റെ സെഗ്മെന്റ് വേറെ, ഇതിന്റെ യൂസ് വേറെ, അതിന്റെ യൂസ് വേറെ. നമുക്ക് അതിനൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് വെട്ടിച്ച് പോകാൻ പറ്റും, പക്ഷെ പോളോ പോവാം, വെട്ടിച്ച് പോവാം. പക്ഷെ പോളോ പോകുന്ന അത്രയും ഇത് പറ്റത്തില്ല. പോളോക്കകത്ത് ബോഡി റോളിൽ ഇതിന്റെ ബോഡി റോളാണ്, പക്ഷെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ബോഡി റോൾ ഇതിന്റെ ക്യാരക്ടറാണ്, ഈ വണ്ടിയുടെ ക്യാരക്ടറാണ്. അത് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ആടണം. നമ്മൾ ഇത്ര നാൾ ആട്ടമുള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഓൺ ചെയ്തിട്ടില്ല, വീട്ടിലില്ലായിരുന്നു. അപ്പം അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ വണ്ടി ചെയ്തേക്കുന്ന മാറ്റങ്ങൾ ആൻഡ് ഈ വണ്ടി ചെയ്യാൻ പോകുന്ന ഇനി ചെയ്യാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന മാറ്റങ്ങൾ എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. കറങ്ങി വന്ന ക്യാമറ. ഈ ടയറും അലോയും നമ്മൾ മാറി, ഈ സൈസ് മാറ്റി. പിന്നെ ഫുൾ ബോഡി PPF ആണ്. ഫുൾ ബോഡി PPF പിന്നെ ഡി ക്രോം എല്ലാം, ഈ ഹെഡ് ലാമ്പ് എല്ലാം. ക്രോം പീസുകളൊന്നുമില്ല, ബാക്കി എല്ലാം ക്രോം പീസുകളൊന്നുമില്ല. ഇതൊക്കെ മാറ്റ് ആയിട്ടാണ് വണ്ടി വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇതെല്ലാം ബ്ലാക്ക് ചെയ്ത് ഇതൊക്കെ ഈ 30 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന വണ്ടിക്ക് ആരെങ്കിലും ഇത് മാറ്റ് കൊടുക്കൂ? അത് നമ്മൾ പെയിന്റ് കൊടുക്കും, മഹീന്ദ്ര കൊടുക്കും. അത് ഓഫ് റോഡ് ലുക്കിനാണ്, വേറെ ഒന്നുമല്ല. അത് മറ്റേ പെയിന്റ് ചെയ്ത് നമ്മൾ PPF ചെയ്തു. വണ്ടി ഫുൾ ബോഡി PPF നമ്മൾ ഗോസ്റ്റേഴ്സ് കയറി അറിയാമോ? അവിടെ ചെയ്തേ, ഇത്രയൊക്കെ ഓർക്കുന്നുള്ളൂ. പിന്നെ വേണേ ബമ്പറൊക്കെ ഒന്ന് മാറുവാണെങ്കിൽ പിന്നെ ലുക്കാ, പക്ഷെ പൈസ ഇല്ലാത്തോണ്ട്. അല്ല, മറ്റേ പ്രോമാനോ ഏതൊക്കെയോ ബ്രാൻഡ് ഉണ്ട്, അതൊക്കെ ചെയ്ത വണ്ടിക്ക് കുറച്ചൊരു ഒരു മസിൽ ഫീൽ കിട്ടും. ഇങ്ങോട്ട് വന്നേ, നിന്റെ വീട് എവിടെ? അല്ല ആയിട്ടെ, ഇത് പിടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. നമ്പർ ആയിട്ടില്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, വേറെ എന്തൊക്കെ നമ്പർ ആയിട്ടില്ലാത്തോണ്ട് വെറുതെ വിടുന്നു എന്നൊക്കെ പലരും പറഞ്ഞു. മൊത്തത്തിൽ കാണാൻ ലൈക്ക് റോക്സ് എടുക്കുന്നവര് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ താർ എടുക്കാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് ഒരു പ്രാക്ടിക്കാലിറ്റി ഈ വണ്ടി കുറച്ച് വലിച്ച് വലുതാക്കിയപ്പോഴത്തേക്ക് എന്നാ പിന്നെ ഫാമിലിക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് റോക്സിലോട്ട് വരുന്നത്. അപ്പോൾ ഈ 30 ലക്ഷം കൊടുക്കുന്നതിനുകൊണ്ട് ഇത് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുമോ? വാല്യൂ ഫോർ മണി ആണ് വണ്ടി, കറക്റ്റ്. 4 വീൽ ഡ്രൈവും കൂടെ. ഓക്കെ, 4x4 ഒരു അതിന്റെ പ്ലസ് പോയിന്റ് കിട്ടും. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഒരു 16 ലക്ഷം രൂപയും കണ്ടല്ലേ i20 അപ്പൊ അതൊരു ഹാച്ച് ബാക്ക് വണ്ടിക്കകത്ത് അത്രയാവുമെങ്കിൽ ഇത്രയും ഫെസിലിറ്റീസും പാനോറമിക് സൺറൂഫ് ഉൾപ്പെടെ എല്ലാം ഉള്ള ഫീച്ചേഴ്സ് ഉള്ള വണ്ടി. കാരണം XUV 700 തന്നെ എല്ലാ സാധനങ്ങളും അതേപോലെ എടുത്തിങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ലാൻഡ് റോഡ് ഫ്രെയിം, അതൊരു അതെ, ഇതിന്റെ ലൈക് പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് SUV സ്റ്റാൻസിൽ അല്ലെങ്കിൽ ആ ഒരു കമാൻഡിംഗ് പൊസിഷനിൽ വണ്ടി ഓടിക്കുകയും ചെയ്യാം. എന്നാ ഒരു XUV 700 ഒരു ചെറിയൊരു കംഫോർട്ടും എല്ലാ ഫീച്ചേഴ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം. ഓവറോൾ പാക്കേജ് നല്ലൊരു പാക്കേജ് ആണ്. പിന്നെ ഇത് 30 കൊടുക്കാതെ 26 നമുക്ക് റിയർ വീലും കിട്ടും. റിയർ വീല് 4 ലക്ഷം രൂപ വ്യത്യാസം ഉണ്ടല്ലേ? 4 ലക്ഷം രൂപ വ്യത്യാസം. പക്ഷെ അതിനകത്ത് 150 bhp പവറും വരുന്നുള്ളൂ, 330 Nm ടോർക്ക് വരുന്നുള്ളൂ. ഇതിന് 170 bhp 172 bhp 380 Nm ടോർക്കും ഉണ്ട്. ഇത്ര വരുന്നുണ്ട്. ആ ഡിഫറൻസ് 4 ലക്ഷം. പിന്നെ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, ഷോറൂമിൽ ചോദിച്ചാലും ആർക്കും അറിയത്തില്ല. ഞാൻ എടുക്കുന്ന സമയത്ത് അറിയത്തില്ലായിരുന്നു. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പലയിടത്തും ചോദിക്കുമ്പോൾ റിയർ വീലിന് 150 ഉള്ളതെന്ന് ചിലർ പറയുന്നു. ടോപ്പ് ആൻഡ് റിയറിന് AX7 ലക്ഷറിക്കൊക്കെ റിയർ വീലിന് 170 ഉണ്ടെന്നും പറയുന്നു. പക്ഷെ കൂടുതലും ഞാൻ കേട്ടിട്ടുള്ള 150 ഉള്ളെന്നുള്ളതാണ്. ഈ 4x4 മാത്രമേ 172 bhp ഉള്ളൂ.
ഇതിനൊന്നും BHP അങ്ങനെ നോക്കി നമ്മൾ പെർഫോമൻസ് ടോർക്കാണ് മെയിൻ. നമുക്ക് വണ്ടിക്ക് അകവശം ഒക്കെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് അവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ ഭീമാകാരമായ ഒരു ബാക്ക് സൈഡ് കാണാം. ഈ ബാക്ക് സൈഡ് ആക്ച്വലി ഒരു കമാൻഡിങ് പൊസിഷൻ തന്നെയാണെന്ന് പറയാം. ഒരു SUV ഫീൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ ഒരു വണ്ടി കിട്ടും. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ലാമ്പും സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആ M10 ടയർ സ്പെയർ വീലിട്ടേക്കുന്നത് അത് വേറെ സംഭവം. താഴെയാണ് നമ്പർ പ്ലേറ്റ് വരുന്നത് അല്ലേ? ഫാൻസി നമ്പർ ഇട്ടാലും കാണൂ. ദൂരെ നിന്നൊക്കെ നോക്കിയാൽ കാണാം. അല്ല അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് കാണത്തില്ല. അടുത്ത് നോക്കുന്നില്ല. ഓക്കെ, ഡിക്കി നോക്കുവാണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ അത്യാവശ്യം ഒരു 2 പെട്ടി കിടക്കും, 2 ബാഗ് അല്ലേ? മണ്ടയിലോട്ട് അടിക്കും വെച്ചാൽ പോരെ. മണ്ടക്കോട്ട് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്ക് സാധനങ്ങൾ വെക്കാം. നല്ല മഴയാണ് ഗൈസ്. ഞാൻ അകത്ത് കയറട്ടെ. മഴ കൂടി. ഗൈസ്, നമ്മൾ വണ്ടിക്കകത്ത് കയറി ഭയങ്കര മഴ കൂടി, അവിടെ വെള്ളം കൂടി. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മുമ്പോട്ട് പോകാതെ വിചാരിച്ചു. പിന്നെ ഇന്റീരിയറിൽ കയറുമ്പോഴാണ് അടുത്ത പ്ലസ് പോയിന്റ്. ഈ കാണുന്ന വൈറ്റ് സംഭവങ്ങൾ ഒഴികെ, ഞങ്ങൾ ഇരിക്കുന്ന വൈറ്റ് സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഇന്ത്യയിൽ തംസപ്പ് കൊടുക്കാം അല്ലേ? ഇതൊക്കെ സോഫ്റ്റ് ടച്ച്. ഇവിടെ എല്ലാം നല്ല സോഫ്റ്റ് ടച്ച് ആണ്. ഇവിടെ നല്ല പ്രീമിയം ഫീൽ നൽകാൻ വേണ്ടി എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അതെല്ലാം അവര് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ലോഗോ ഒക്കെ ഇവിടെ അൽക്കന്താര ഇത് മറ്റേ കാർബൺ ഫോർജ്ഡ് കാർബൺ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെയും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4x4 ഗിയർ ആക്സസ് ചെയ്യാനുള്ള സാധനം. ഇത് നോർമൽ ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ഇത്. ആൻഡ് 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കും ഒരു ഓട്ടോ ഹോൾഡും കൊടുത്തിട്ടുണ്ട്. ഇത് കീ വെക്കാൻ വേണ്ടിയാണ് ഇവിടെ ലോഗോ കൊടുത്തേക്കുന്നത്. വയർലെസ് ചാർജർ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, വയർലെസ് ചാർജർ ഉണ്ട്. ഇവിടെ മൊത്തം കൺട്രോൾസ് കാര്യങ്ങൾ, ഫിസിക്കൽ കൺട്രോൾസ് ഉണ്ട്. നല്ല കാര്യം അല്ലേ? ഫിസിക്കൽ കൺട്രോൾസ്. ഓക്കെ, 360 ക്യാമറ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത്ര വലിയ ഗ്രൈൻസും നമുക്ക് കാണാം. യെസ്, പല രീതിയിൽ നമുക്ക്. ഓക്കെ, 360 നല്ല ഉപകാരമാണ്. ഓക്കെ. ഇതിനകത്ത് വരുന്നത് ഹാർമൻ കാർഡന്റെ സ്പീക്കേഴ്സ് ആണ്. അറൗണ്ട് 9-10 സ്പീക്കേഴ്സ് അവിടെ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിത്ത് സബ്വൂഫർ. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഈ XUV ഇപ്പൊ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഉണ്ടോ എന്നറിയില്ല. അതോ XUV ഇപ്പോഴും ഇത് തന്നെയാണോ? മറ്റേ സാധാ കൈ കൊണ്ട് ആക്കുന്ന സാധനം തന്നെ ഓട്ടോമാറ്റിക് അല്ല? XUV പുതിയ മോഡലല്ല, മറ്റേതാ ഓട്ടോമാറ്റിക്. ഇത് ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു വണ്ടിക്കും മറ്റേ ഇത് കണ്ടില്ല, ഓട്ടോമാറ്റിക് കണ്ടില്ലല്ലോ. ബേസ് വരുമ്പോൾ മാറുമായിരിക്കും. ഫുൾ ഓപ്ഷൻ ആയിരുന്നു. ഒരു AX7 ലക്ഷറിക്കകത്ത് ഇതില്ല. അതിപ്പോ 2000 ആദ്യം ഇറങ്ങിയ സമയത്ത്. ഓക്കെ, ഇതിനകത്ത് കൊടുത്തെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് കാണും. ഇല്ല, അതാണ് തമാശ. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ. XUVക്ക് ഇത് ഓട്ടോമാറ്റിക് ആണോ അല്ലേ? നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. ഇവിടെ നമുക്ക് സൺറൂഫിൽ ആക്സസ് ചെയ്യാനുള്ള ബട്ടൺസ്, തുറക്കാനുള്ളത്, അടയ്ക്കാനുള്ളത്, വേറെ എന്തെങ്കിലും ബട്ടൺസ് ഉണ്ടോ? ഇതൊക്കെ എന്തിനാ? കണ്ടോ? അങ്ങോട്ട് വെച്ചോ, നോക്കിക്കോ. ഇപ്പൊ നമ്മള് ടയർ മാറ്റിയാണ്, കണ്ടോണം. റോഡൊന്നും കാണുന്നില്ല. കുറച്ചുകൂടെ സ്പീഡ്, നല്ല സ്പീഡ്, കുറെ വെള്ളമുള്ള ഏരിയ ആണെങ്കിൽ കഴിഞ്ഞു. അറിയാൻ മേലാതെ ഓടിച്ച് അതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി കാണാനാ, കണ്ടാലല്ലേ മാറ്റാൻ പറ്റൂ. അത് ആരും അങ്ങനെ ഈ ടയറിട്ട് വെള്ളത്തിലോട്ട് അങ്ങനെ ഇറക്കത്തില്ല. ഇതൊക്കെ ഇടുന്ന ആൾക്കാർക്ക് അതിനുള്ള ബോധം കാണും. പൈസ ഉപയോഗിക്കണം അറിയാം. അതെ, അപ്പൊ ഇതിപ്പോ ആ വണ്ടി ടയർ മാറിയിട്ടിട്ട് അതിനെ കുറ്റം പറയുന്നത് അങ്ങനല്ല, പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതേ ഉള്ളൂ. ടയർ മാറിയാൽ ഒന്നും മോശം വരാനില്ല. വണ്ടി ഗ്രിപ്പ് കൂടും, ലുക്സ് കൂടും. പിന്നെ പോലീസുകാർക്ക് പൈസയും കിട്ടും. അതെ, നമ്മൾ ഗവൺമെന്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതെ, ഇൻവെസ്റ്റ് ചെയ്യാണ്. അവരൊരു ഭാഗമാവും. അതെ. പിന്നെ സസ്പെൻഷൻ എടുത്തു പറയണം. ഞാൻ പോസിറ്റീവ്സിൽ പറയാൻ മറന്നുപോയി. സസ്പെൻഷൻ നല്ല സസ്പെൻഷൻ. ഈ ബോഡി റോൾ എന്ന് പറയുന്ന സംഭവം എല്ലാ SUVസിന്റെ ക്യാരക്ടറാണ്. അത് വിട്ടേര് നമ്മൾ ഈ റിഫ്ലക്ടേഴ്സ് ഉണ്ടല്ലോ വഴിയില്, സ്ട്രിപ്സ് ആയിട്ട് ഇടത്തില്ലേ, അത് ഭയങ്കര അഴുക്ക് സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ഈ ഇപ്പൊ വരുന്ന വണ്ടിക്കെല്ലാം നമുക്ക് പാനൽ ഗ്യാപ്സും ഈ സൗണ്ട് വരുമല്ലോ എപ്പോഴും സൗണ്ട്. അപ്പം അതൊക്കെ വരുന്ന അത് കാരണം. ഇതെന്ന് പറയാൻ അതിങ്ങനെ അത് അറിയത്തില്ല, നമ്മൾ അങ്ങനെ ഒരു സാധനത്തെ കൂടെ കയറി പോകുന്ന അറിയത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് വീട്ടിലോട്ട് എനിക്ക് ഒരു 20 കിലോമീറ്റർ ഉണ്ട്. ഞാൻ വെട്ടസേ വരുന്നതിനെക്കാട്ടി പെട്ടെന്ന് ഈ വണ്ടിയും കൊണ്ട് വരാം. കാരണം എനിക്ക് പല സ്ഥലത്തും ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ഫ്ലോ KSRTC പോകുന്ന പോലെ ഒരു ഫ്ലോ പിടിച്ച് ഫുൾ ചവിട്ടി പിടിക്കാന്നല്ല, 70, 90, 100 അങ്ങനെ വരിക. മറ്റേന്ന് പറഞ്ഞാൽ 40, 160, 140 രൂപ അങ്ങനെയുള്ള വണ്ടി. അതിനാണ് ഇതിനെക്കാട്ടി മൂവ്മെന്റ് ഉള്ള വണ്ടി, പെർഫോമൻസ്. പക്ഷെ ഇതിന്റെ രസം വേറെയാണ്. രണ്ടും വണ്ടിയും രണ്ട് രീതിയിലാണ്. ഞാൻ എന്നെ കമ്പയർ ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വീട്ടിൽ വണ്ടി അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഓടിക്കുന്നത്. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓടിക്കുന്നതുകൊണ്ട് പറഞ്ഞത്. യെസ്, ആൻഡ് ഇവിടെ നമുക്ക് പിടിക്കാൻ ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്. പിന്നെ ഇവിടൊക്കെ ആക്ച്വലി ബ്ലാക്ക് ആക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ബ്ലാക്ക് ആണെന്നാ വിചാരിച്ചു. ഞാൻ ചെന്നൈ വെച്ച് ഈ വണ്ടി മറ്റേ ഇവര് മറ്റേ കൊണ്ടുപോകത്തില്ലേ, റാപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ
ഞാൻ അതിനകത്ത് ഇത് കണ്ടേക്കുന്ന അതിന്റെ അകം പോയി കണ്ടു. അത് അകം റാപ്പ് ചെയ്തായിരിക്കും. എനിക്കറിയത്തില്ല, അത് ബ്ലാക്ക് അല്ല, ഈ മെറ്റീരിയൽ തന്നെ ബ്ലാക്ക് ആയിട്ടാണല്ലേ. അതിന് എന്ത് വേണോ എന്തോ പിടിയില്ല. ഇനിയും അവർ ഫ്യൂച്ചറിലേക്ക് മറ്റേ ടെസ്റ്റിംഗ് നടത്തിയിട്ട് XUV ഇറക്കിയ പോലെ ഇത് വൈറ്റ് ഇറക്കുമ്പോ ഇത് ഇത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാർ എനിക്ക് തോന്നുന്നു ഡാർക്ക് എഡിഷൻ വല്ല ഇറക്കുമായിരിക്കും. ഈ മറ്റേ എബോണി എഡിഷൻ XUV ഇറക്കില്ലേ, ഇപ്പൊ ഇറക്കില്ലേ ഫുൾ ബ്ലാക്ക് ആയിട്ട്. അതല്ല അവർക്ക് കുറച്ചുകൂടെ കാശ് കൂട്ടി ഇറക്കാനുള്ള പരിപാടിയായിരിക്കും ടാറ്റ ചെയ്യുന്ന പോലെ. ഈ വണ്ടി ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്, ഈ ഭാഗം കൂടെ ബ്ലാക്ക് ആക്കി എഡിഷൻ ഇറക്കട്ടെ. ഞാൻ പറയട്ടെ, ഇതിപ്പോ ഇങ്ങനെ വൈറ്റ് സീറ്റ്സ് കൊണ്ട് ഇറക്കി, അത് കഴിഞ്ഞ് പിന്നെ ബ്രൗൺ സീറ്റ്സ് ആക്കി എന്ന് പറഞ്ഞതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള വണ്ടി വൈറ്റാ, ഇതിപ്പോ ഈ വണ്ടിക്ക് വേറൊരാള് ബ്രൗൺ എടുത്ത് സമാധാനം, എനിക്ക് ഓക്കെ പറയാൻ പറ്റത്തില്ല. ഇതും കൂടെ മാറ്റി ബ്രൗൺ ആക്കി തരണം, അല്ല എന്ത് ചെയ്യാനാ. ഇതൊക്കെ ഇളക്കി നമ്മൾ മാറ്റി ബ്ലാക്ക് ആക്കുക എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇപ്പം എന്തായാലും ഫാക്ടറി ഫിറ്റഡ് സാധനമല്ലേ, മാറ്റി വരുമ്പോ അതിന്റേതായിട്ടുള്ള റാറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ അതൊക്കെ എങ്ങനെയാ എയർ ബാഗ്സും ഒക്കെ ഉണ്ട്, എങ്ങനെയാ വരുന്നത് നമുക്ക് അറിയത്തില്ല. എത്ര എയർ ബാഗ് പറഞ്ഞാൽ വരുന്നത്? 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സാധനം തന്നെ. ഓക്കെ, പിന്നെ സീറ്റ് കവർ മാറ്റാൻ നമുക്ക് പറ്റത്തുമില്ല, ഈ വെന്റിലേറ്റഡ് സാധനങ്ങളുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് ഫ്രണ്ടില്, ആൻഡ് അത് നമുക്ക് വേറൊരു പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ സീറ്റ് കവർ മാറ്റിയായിരുന്നു പിന്നെയും വിളിച്ചേനെ. ഞാൻ ഇതിന്റെ സസ്പെൻഷന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. സസ്പെൻഷന്റെ ഈ ഒരു എഫക്ട് എനിക്ക് കാണിച്ചു തരാം. അവിടെ കുറച്ച് ഹമ്പുണ്ട്, നമ്മൾ പോകുന്ന ഫ്ലോയിൽ തന്നെ വണ്ടി ഇല്ലെങ്കിൽ സുഖമായിട്ട് എടുത്ത് കാണിക്കാം. നമ്മളത് കേറി അറിയില്ല. നമ്മള് സാധാരണ മറ്റേ വണ്ടി രണ്ടും കൂടാ സ്റ്റോക്ക് വണ്ടിയിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതിപ്പോ ഇങ്ങനെ നമ്മുടെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പിടിച്ച് ഒഴുകി 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 അങ്ങ് പോകുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ താർ റോക്സിന്റെ അകത്ത് ഒരു ചെറിയ ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. ഇതിന്റെ സർവീസിന്റെ കാര്യം നമ്മൾ ചോദിച്ചില്ല, ഇതിപ്പോ ഫസ്റ്റ് സർവീസ് മാത്രമേ കഴിഞ്ഞുള്ളൂ. സർവീസിന് എക്സ്പീരിയൻസ് ആൻഡ് കോസ്റ്റ്. സർവീസ് കോസ്റ്റ്, ഓയിൽ ചേഞ്ചും ഫസ്റ്റ് സർവീസിന് എന്ത് കോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കറക്റ്റ് ഞാനത് വീഡിയോയുടെ അതിനകത്ത് ഫോട്ടോ അയച്ചു. ഈ കാണുന്നതാണ് ഫസ്റ്റ് സർവീസിന്റെ കോസ്റ്റ്. ഓക്കെ, ബാക്കി ഓക്കെ. പിന്നെ സർവീസ് എല്ലാം പക്കയായിരുന്നു, ഞാൻ പറഞ്ഞതല്ല, അതെല്ലാം ഓക്കെ, എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും ആൾക്കാർക്ക് എവിടെ AMBL കോട്ടയത്തില്ല, കൊച്ചി AMBL മഹീന്ദ്ര. എന്റെ പൊന്നെ, അവിടുന്ന് ദൈവത്തെ ഓർത്ത് ആരും എടുക്കാൻ പോകില്ലേ, ബുക്കിംഗ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തു. എന്താ പ്രശ്നം തന്നെ അവിടെ ഇല്ലാത്തത് ചോദിക്കേ. വണ്ടി നമ്മൾ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും വിളിക്കാതെ എല്ലാ കമ്പനിയിലും ഉള്ളത്, അത് നമ്മൾ വിളിക്കൊന്നും വേണ്ട. വണ്ടി വന്നോ ഇല്ലയോ ഒന്നും അത് വിളിച്ചു കഴിഞ്ഞാൽ എടുക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ആരും മൈൻഡത്തില്ല. ബുക്ക് ചെയ്തെന്നുള്ള പേരിൽ നമ്മൾ അവിടെ ചുമ്മാ കുത്തിയിരിക്കുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണെന്നോ എന്നാത്തിനാണെന്നോ ഒന്നും ചോദിക്കുക ഒന്നുമില്ല, എല്ലാം പോട്ടെ. വണ്ടി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആടിപ്പോയി വണ്ടി കണ്ടപ്പോ വണ്ടിയുടെ ചുറ്റിന് 2-3 സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ഈ വണ്ടി ഞാൻ വീഡിയോ അപ്പൊ ഈ സ്ക്രാച്ച് ഞാൻ അവിടെ വെച്ച് കണ്ടു. നമ്മുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഫുള്ളി എല്ലാം റെക്ടിഫൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന ദിവസം നമുക്ക് ഇതിൽ പോളിഷ് നിറച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഉടക്കി ഫോൺ വിളിച്ച് നമുക്ക് പൈസ കൊടുത്തിട്ട് അതിന്റെ റെസിപ്റ്റ് കിട്ടണമല്ലോ. നമ്മൾ പൈസ കൊടുത്ത റെസിപ്റ്റ് ഇല്ല, വണ്ടി ഇപ്പം 2 ദിവസത്തിനുള്ളിൽ ഇറക്കണം. പക്ഷേ ഒന്നും അയച്ചു തരുന്നില്ല അവിടെ. നമ്മൾ അങ്ങോട്ട് ക്യാഷ് ഒക്കെ ഇട്ട് കൊടുക്കുന്നു. പക്ഷെ വണ്ടി ഒരു മുട്ടായ കഷ്ണം മേടിച്ചാൽ നമുക്ക് റെസിപ്റ്റ് കിട്ടും. പക്ഷേ ഇവിടുന്ന് ഒരു റെസിപ്റ്റ് ഒന്നും ഇല്ല. ഇത്രയും വലിയ എമൗണ്ട് ഇട്ടിട്ടും മൊത്തം ഇട്ടില്ല. കുറച്ചിട്ടപ്പോ ബുക്കിംഗിന്റെ ആണെങ്കിൽ പോലും വേണ്ടേ. അപ്പം മാനേജറെ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചപ്പം മാനേജർ അപ്പോഴേക്കും ഇവര് സാധനം വിട്ടു. എന്നിട്ട് എന്നെ തിരിച്ചു വിളിച്ചേക്കുവാ. എന്നിട്ട് എന്നെ തിരിച്ചു വിളിച്ച അമ്മയോട് സംസാരിച്ച് മാനേജറെ വിളിച്ചിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കരുത്. ഷോറൂമിലെ ഒരാൾ സംസാരിക്കുന്ന സംസാരം മാനേജറെ വിളിച്ചിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കരുത്. അത് റെക്കോർഡ് എന്റെ ഉണ്ട്. ഞാൻ മഹീന്ദ്ര കംപ്ലൈന്റ് കൊടുത്തു. വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അവരിപ്പോ ഉണ്ടോ ഇപ്പോഴും? ഷോറൂമൊക്കെ ഉണ്ട്, ആളുമുണ്ട്. ഗൈസ്, ഒരു എക്സ്പീരിയൻസ് ഒരാൾ പറയുമ്പോൾ നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്തിട്ട് അവിടെ ബുക്ക് ചെയ്ത് ചെയ്യിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് വേറെ സംഭവം, പിന്നെ അവർ തന്നൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്യൂൽ എക്സ്പെൻസ് സഹിതം പറയുമ്പോ എല്ലാം പറയണമല്ലോ. മോശം വന്നത് മോശം തന്നെ പറയും. ഒരാളുടെ അടുത്തുനിന്ന് വന്ന മോശം. അതെ, എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല. പക്ഷെ അവിടെയുള്ള സ്റ്റാഫ് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ ഇത് എല്ലാവരുടെയും കണക്കാ, ഇവിടുത്തെ കാര്യം ഇങ്ങനെ ഇവിടെ നോക്കുന്നില്ല. ഞാൻ രണ്ടാമത് ഈ വണ്ടിയുടെ ഇത് മാറാൻ വേണ്ടി പോയി. അവരുടെ ഇത് തന്നെ അവർ മാറി തന്നു. ഈ അടുത്ത് തന്നെ വേറെ ഏതോ കഥഭാഗ്യം കെട്ടി വെച്ച്. എന്നിട്ട് ഇതോടെ കൊടുത്തിട്ട് വണ്ടി തിരിച്ച് പിന്നെ അവർ ഫ്യൂൽ കോസ്റ്റ് ഇവിടുന്ന് എറണാകുളം പോയതിന്റെ ഫ്യൂൽ കോസ്റ്റ് എനിക്ക് തന്നു. അതുള്ളത് തന്നെ. പക്ഷെ ഇങ്ങനെയുള്ള പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്ത് ഇപ്പൊ താർ റോക്സ് എടുക്കുന്നതല്ലേ, ചെറിയൊരു 10 ലക്ഷം രൂപ വണ്ടി എടുത്താൽ പോലും ഒരു കസ്റ്റമറോട് പറയാൻ പറ്റുന്ന സാധനമാണ്. അതെ, അത് ഒരു എന്നാ പറയുന്നത്. അല്ല, അപ്പൊ ഈ പുള്ളി അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ച് സോറി പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ് പുള്ളി നമ്മളെ വിളിച്ച് സോറി പറഞ്ഞു. എനിക്കിപ്പം അത്
തെറി പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അപ്പൊ വിളിച്ച് സോറി പറയാൻ ഓക്കെ പറഞ്ഞു. ഇനിയിപ്പൊ അതായത് കുത്തിപ്പോക്ക ഒരു പ്രശ്നത്തിന് അങ്ങനല്ല, കാര്യം പറഞ്ഞതാ. ആളുടെ പേര് വേണം നിങ്ങൾ മാസ്ക് ചെയ്തു കേട്ടോ. ഞാൻ പറയുമായിരുന്നു നമ്മള് കാരണം ഒരാൾക്കാരും മോശം വരണ്ട. ഇത്രയും എക്സ്പീരിയൻസ് എനിക്ക് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഞാനത് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. വേണേ മാസ്ക് ചെയ്യാൻ ഇഷ്ടം. അല്ല, ഇതിപ്പോ ടാറ്റയുടെ കേസും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ. മിക്ക ഷോറൂമുകളിലും ചില ഷോറൂം മാത്രമേ ഉള്ളൂ ഇപ്പോഴും പച്ച പിടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നത്. ബാക്കി എല്ലാ ഷോറൂമുകളിലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വിളിച്ച ഫോൺ എടുക്കത്തില്ല, സർവീസിന്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ടാറ്റയുടെ സെയിൽ ഏറ്റവും കൂടുതൽ കുറയുന്നത്. വണ്ടി അടിപൊളിയാണ്, ടാറ്റയുടെ സർവീസ് ഇതുപോലെയാണ്. ഇതുപോലെ മഹീന്ദ്രയുടെ ഇതുപോലെയാണ് പ്രശ്നം. വണ്ടിയൊക്കെ അടിപൊളിയാണ്, പക്ഷെ ചില സർവീസ് സെന്റേഴ്സ് ഇതുപോലെ പ്രശ്നം കാണിക്കുമ്പോഴാണ് ആൾക്കാർ കമ്പനി എടുക്കുന്നത്, ബ്രാൻഡ് എടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വിട്ടൊരു കാര്യമുണ്ട്. ഇതിനകത്ത് അഡാസ് ലെവൽ 2 ഉണ്ട്, ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അഡാസ് ശല്യമായി തോന്നിയിട്ടുണ്ടോ ശരിക്കും? അഡാസ് എനിക്ക് ആവശ്യമില്ല. ഇല്ല, അതായത് നമ്മുടെ കൈ വണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന വണ്ടിക്ക് വേറൊരാള് വേണ്ട. അല്ല, അഡാസ് ഇപ്പം ഫ്രണ്ടിൽ പോകുന്നിടത്തും ചുമ്മാ നമ്മളിപ്പോ അടുത്തൂടെ ചെന്നൊരു ഓവർടേക്ക് ഒക്കെ നമ്മുടെ ഇന്ത്യയിലല്ലേ, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇത് വണ്ടി തന്നെത്താനെ ഈ വെട്ടത്തിന്റെ ഇതുണ്ട്. ലൈറ്റ് രാത്രി വരുമ്പോൾ ബ്രൈറ്റ് തന്നെത്താനെ ഡിം ആവും. ഞാൻ ആദ്യത്തെ ദിവസം എടുത്തു എന്റെ വണ്ടി തന്നെ ഡിം അടിക്കുന്നത്. പിന്നെ എല്ലാം ഓഫ് ചെയ്തിട്ടു. ഓ, അതായത് ഓട്ടോമാറ്റിക് ഹൈ ബീം അഡ്ജസ്റ്റ് എല്ലാം ഓഫാ. ഇപ്പം വെറും നമ്മൾ ഓടിക്കുന്ന വണ്ടി. ആൾക്കാർ ഇതിനു വേണ്ടിയാണ് ഫുൾ ഓപ്ഷനിലോട്ട് പോകുന്നത്. ഇതിനു വേണ്ടി ഒന്നും ഫുൾ ഓപ്ഷനിലോട്ട് പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കം. അഡാസ് വേണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടോ? ഗുഡ് ബോയ്. അതായത് ഹൈവേ പോകുമ്പോ ഇങ്ങനെ ക്രൂസ് ചെയ്ത് വണ്ടി തന്നെ പോവല്ലോ. ഇവിടുത്തെ ലൈനൊന്നും ഇല്ലെങ്കിലും അല്ലാതെ പുതിയ എക്സ്പ്രസ് ഹൈവേ ഒക്കെ വരുമ്പോ സംഭവം ഓക്കെ, സ്ട്രേറ്റ് ഹൈവേയിൽ നല്ലതായിരിക്കും. അതിപ്പോ നിങ്ങൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ പോകുമ്പോൾ ലൈനൊക്കെ ഉണ്ടല്ലോ. വേറെ സംഭവം ഇത് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ പണ്ട് ആൾക്കാർ മാനുവൽ ആണ് വണ്ടി, അംബാസിഡർ ആണ് കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനം, നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തായാലും ഉടനെ ഒന്നും കൊടുക്കാൻ പോകുന്ന വണ്ടിയല്ലല്ലോ. അപ്പൊ ഈ വണ്ടി കിടന്നോട്ടെ. അപ്പൊ കുറച്ച് കഴിയുമ്പോ നമുക്ക് ഈ റോഡൊക്കെ അടിപൊളി ആകുമ്പോ ഇപ്പൊ കുറെ ദൂരമൊക്കെ ഓടിച്ച് കഴിയുമ്പോ തന്നെ വണ്ടി ക്രൂസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, ചുമ്മാ ഇരിക്കുമ്പോൾ പോകുന്ന വണ്ടിയൊക്കെ വരും. അങ്ങനെയാണ് നമ്മൾ താർ റോക്സിന്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഗോസ്റ്റ് 6 ഗാരേജിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഈ വണ്ടി ഏറ്റവും കൂടുതലും കിടക്കുന്നത് ഇവിടെയാണ്. ഏറ്റവും കൂടുതലും കഴിവാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ലോഗോസിന്റെ V6 റാപ്പ് ചെയ്തിട്ടുണ്ട്. റാപ്പ് ചെയ്ത് കളറൊക്കെ മാറ്റി ഭയങ്കര പുതിയ കളറിലൊക്കെയാണ്. നോക്കട്ടെ എന്തോ അപ്ഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. സ്റ്റിയറിംഗിനെ പറ്റി പറയും, എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് XUV 700 വരുന്ന സെയിം സ്റ്റിയറിംഗ്. കാരണം മറ്റേ താറെടുത്തായിരുന്നെങ്കിൽ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് ഇപ്പൊ ഇത്രയും വലിയ ടയർ ആയിട്ടാ കിടക്കുന്നത്. ഒരു ചെറുപരല് തിരിച്ചു അങ്ങനെ തന്നെ. ഞാൻ ഇടയ്ക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് വീലാണ് ഇങ്ങനെ അല്ല, ഞാനിപ്പം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ജിംനി വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. വില വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിലും ജിംനി ഓടിച്ചിട്ടുണ്ടല്ലോ. ജിംനിയുടെ സ്റ്റിയറിംഗ് അറിയാലോ, അതിന്റെ ഒരു പിടുത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്ന. ഞാൻ ഈ ഇടയ്ക്കാണ് ജിംനി ഓടിച്ചത്, അത് മനസ്സിലാക്കി. അതായത് നമ്മൾ ജിംനി ഒരു സ്ഥലത്തിട്ട് തിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 തിരി, നോർമൽ ഒരു 2 തിരി തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ വണ്ടിയാണെങ്കിൽ 5 തിരി തിരിക്കണം. ആ ഒരു ലെവലിലാണ് സ്റ്റിയറിംഗിന്റെ മെക്കാനിസം. അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ വണ്ടി ആയിട്ടും ആ സ്റ്റിയറിംഗിന്റെ ലൈറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പക്ഷേ ആ വണ്ടി ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിക്ക് വേണ്ടി അവരിങ്ങനെ വെച്ചേക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഓഫ് റോഡിംഗ് ആണ് എന്ന് മനസ്സിലാകുമ്പോൾ അത് ഓടിക്കണമെങ്കിൽ അതിന്റെ വില വേറെ, ഇതിന്റെ വില വേറെ. പക്ഷെ ആ വിലയിലുള്ള ഏതൊരു മാരുതി 800 എടുത്താലും 10 വർഷം അത്രയും ചെറിയ വണ്ടിക്ക് അത്ര അതിന്റെ ആവശ്യമില്ല. ആ വണ്ടി മോശമാന്നുള്ളതല്ല, പക്ഷേ അതിന്റെ പർപ്പസ് അത് മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ പ്രൈസിൽ പക്ഷെ ഈ സ്റ്റിയറിംഗ് അത് ഭയങ്കര ഇച്ചിരി ഹെവിയാണ്. ഓടിക്കാൻ നമ്മൾ ഭയങ്കര ടയർഡാവും. ആ വണ്ടി ഈ ഇടയ്ക്ക് ഇല്ലിക്കല്ല് പോയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അത് ഒത്തിരി ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിക്കും. അത് ഓടിച്ചിട്ട് ഗ്ലാൻസൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്ന് കറങ്ങും. അതാണ്. ആൻഡ് ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ നമുക്ക് 3 രീതിയിൽ മാറ്റാം. 3 രീതിയിൽ നമുക്ക് ഫ്യൂവൽ ഇൻഫർമേഷൻ ഒന്ന് നോക്കിയേക്കാം. എത്ര കിട്ടും സാധാരണ? കിട്ടുന്ന എത്ര? എനിക്ക് 10 ഒക്കെ കിട്ടിയിട്ടുണ്ട്. 9, 10 അത്ര കിട്ടിയിട്ടുണ്ട്. 10ന്റെ മണ്ടയ്ക്ക് 12 കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. എത്ര കിലോമീറ്റർ ലോങ് പോകുമ്പോ അല്ലേ? ട്രിവാൻഡ്രം പോയപ്പോ. ഓക്കെ, അല്ലാതെ ഇതിനകത്ത് മാപ്പൊക്കെ വരുന്നുണ്ടല്ലേ? നമുക്കത് ഫുൾ സ്ക്രീൻ ആക്കാം. വാണിംഗ് മറ്റേ ഫ്യൂവലും പോട്ടെ, മറ്റേ ടയർ പ്രഷറിന്റെ ആണേ. നമുക്ക് നല്ല സുഖമായിട്ട് ഇത് കണ്ടോണ്ട് പോവാം. അതൊരു BM എഫക്ട് അല്ലെങ്കിൽ ഇതിപ്പോ RPM കാണാവുന്ന രീതി. ഇനി വേറെ രീതിയിൽ ഇത് മാറ്റാം. 2 രീതിയും കൂടെ ഉണ്ട് ഡിസ്പ്ലേ ലേഔട്ട്. അപ്പൊ അത് ഒന്ന് നോർമൽ, ഒന്ന് മിനിമൽ, ഒന്ന് ഇത്. തീമും മാറ്റാം. അത് രസം വരുന്നത് കാണാൻ. കറങ്ങി തിരിഞ്ഞൊക്കെ വരും. ആ കാര്യത്തിൽ മഹീന്ദ്ര കൊള്ളാം. അതൊക്കെ അല്ല, എല്ലാ കാര്യത്തിലും വണ്ടി നല്ലതൊക്കെ തന്നെയാ. പക്ഷെ അല്ല, ഈ കാര്യത്തിൽ ടാറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മഹീന്ദ്ര കൊള്ളാം. ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഓണായി കിട്ടിയാ കൊള്ളാം. അല്ല, എല്ലാം തരാം, പക്ഷേ ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ,
ചെയ്താൽ മതി. ആൻഡ് ഇതിന്റെ ആണെങ്കിലും സ്മൂത്ത്നെസ് ഒക്കെ ഭയങ്കര കിടുവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. PPF ഉണ്ട് ഇതിന് വേണ്ടല്ലോ, എന്നിട്ടാണ് ഇതിന്റെ ഇങ്ങനെയാണ് നടന്നത്. എന്നിട്ട് ഇത്ര റെസ്പോൺസ് ഉണ്ടല്ലേ? നൈസ്, അത് കൊള്ളാം ഗൈസ്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ആപ്പിൾ കാർപ്ലേ ഉണ്ട്. സോറി കാണിക്കുന്നു. ഓ, ഇതിനകത്ത് ഇൻബിൽറ്റ് മാപ്പ് ഉണ്ട്, അതുകൊണ്ടാ ഞങ്ങൾ തരാത്തെ, മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അത് കുറെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് പിന്നെ മ്യൂസിക് ആണെങ്കിലും മ്യൂസിക്കിന്റെ ഈ സ്പീക്കർ ഒക്കെ ഉണ്ടല്ലോ, ഓഡിയോ സെറ്റിംഗ്സ് നല്ല ഈ പാർട്ടി സ്റ്റേജ് റിട്രീറ്റ് ഇമ്മേഴ്സീവ് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ ഒരു പ്രോ അഡ്വാൻസ് വെർഷൻ ആണ് എന്റെ അകത്ത് കിടക്കുന്ന V6 അല്ലേ? ആണോ? പിന്നെ എക്കോ എഫക്റ്റും മറ്റു സംഭവങ്ങളും മഹീന്ദ്ര ലൈക്ക് ബാക്കിയെല്ലാം ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തത് ഭയങ്കര നല്ല കാര്യം. കാരണം പിന്നെ കാരണം ഇതൊരു പർപ്പസ് മീറ്റ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആയതുകൊണ്ട് അതിന്റെ ഒരു പോസിറ്റീവ് കാണും. ലൈക്ക് AC വെന്റ്സ് കാര്യങ്ങളും 360 അല്ല അങ്ങോട്ടില്ലല്ലേ, മുകളിലോട്ട് താഴോട്ടും പിന്നെ ഇങ്ങനെ. ഓക്കെ സീറ്റ് ഇവിടെ ആണെങ്കിലും AMG ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സാധനം പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ കാണാൻ ഇതൊക്കെ ഇൻബിൽറ്റ് വരുന്നത് അത് നോർമൽ താറിനുള്ള രീതി. ഓക്കെ, ഇത് ഇപ്പം ഓൺ റോഡ് പവർ. ഓക്കെ, വണ്ടി ചരിഞ്ഞ് കിടക്കുന്നതിന്റെ ആ സാധനം കാണിക്കുന്ന എവിടെയാണ്? ഇവിടെ ഓഫ് റോഡിനകത്തല്ലേ? എല്ലാം ആക്യുറേറ്റ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആക്യുറേറ്റ് ആണോ നമ്മൾ പളം നോക്കാൻ പറ്റത്തില്ല, നമ്മൾ ചെരിഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല. റേസ് ഒക്കെ ചെയ്യണമെങ്കിൽ റീലൊക്കെ കാച്ചാൻ സെറ്റാ. ഓക്കെ, വണ്ടിയുടെ ബാക്കിലോട്ടൊന്ന് പോയിരുന്നല്ലോ, ബാക്കിലെ സീറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഡോറ് 90 ഡിഗ്രിയിൽ നല്ല വൈഡായിട്ട് തുറക്കാം. ഇങ്ങനെ പിടിച്ച് കയറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. 90 ഡിഗ്രി തുറക്കാൻ പറ്റില്ല, ഈ വണ്ടിക്കകത്ത് കയറാൻ പറ്റില്ല. ഇതുണ്ടോ ഇത്രയും തുറന്നു വെച്ച് ഇതിനകത്തോടെ എവിടെ പോവാനാ? അവര് ഫീച്ചറും കൂടെ ആക്കി, 90 എന്നൊരു പേരും ആക്കി. അല്ലാതെ ബാക്കിൽ ഇരിക്കുവാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ തോന്നുന്നില്ല കേട്ടോ. തീർക്കും, അത് ഇത് തുറന്നിട്ടുണ്ട്. പിന്നെ ഇത് റിക്ലൈൻ ചെയ്യാൻ പറ്റും അല്ലേ? റിക്ലൈൻ ചെയ്യാം. ഓ, എവിടെ സൈഡിലോ? എവിടെ? ഓ, കൊള്ളാം, ഇരിക്കല്ലേ? യെസ്, XUV-യുടെ ബാക്കിൽ ഇരിക്കുന്ന ആ ഒരു കംഫർട്ട് ഉണ്ട്. പ്രശ്നമില്ല, വലിയ പ്രശ്നമില്ല. നടുക്ക് ടണലൊന്നും ഇല്ല. ഫ്ലാറ്റ് ആണ്. ഞാൻ കാണിച്ചുതരാം. നടുക്ക് ടണലൊന്നും ഇല്ല. AC വെന്റ്സ് ഉണ്ട്, ഫോൺ ഹോൾഡർ ഉണ്ട്, ഒരു Type C ചാർജിങ് സ്ലോട്ട് ഉണ്ട്. ആൻഡ് ഹാൻഡ് റെസ്റ്റ് നോക്കുവാണെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവറിന് മാത്രം ഇത് ഫിക്സഡ് ആണ്. കോ ഡ്രൈവർ എങ്ങനെയുണ്ട് വണ്ടി? ക്യാമറ പിടിക്കാനൊക്കെ നോക്കിയിരിക്കുക. ഇവിടെ എന്റെ ഇതിപ്പോ ഫുള്ള് ബാക്കിലോട്ട് ഇറക്കി ഇരിക്കുകയാണ്, ഇത് ഫുള്ള് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം, ഈ പൊക്കം ഉള്ളവർക്ക് വന്ന് തൈ സപ്പോർട്ട് ഇച്ചിരി കുറവ്. ഹൈറ്റ് ഉള്ളവർക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. XUV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സീറ്റിന്റെ വിത്ത് കുറവുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ സ്പേസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം പോലെ. ഡിസൈനാ വ്യത്യാസം. ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ട് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ചെത്തിയ പോലെ താഴോട്ട് ഇങ്ങനെ പോകുന്നത്. കർവുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് സ്കൂപ്പ് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ലെഗ് റൂം ആണ്. ഇത് ബാക്കിൽ ഏറ്റവും കൂടുതൽ പുറകോട്ട് ഇട്ട് എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, എന്നാൽ പോലും എന്റെ മുട്ട് പോയി ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല, നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. ആൻഡ് എത്ര പേർക്ക്? ഒരു 3 പേർക്ക് നല്ലപോലെ ഇരിക്കാമല്ലോ. പിന്നെ എത്ര പേർക്ക് ഇരുന്ന് പോയിട്ടുണ്ട് നല്ലപോലെ? 5 പേര് സുഖമായിട്ടിരുന്ന് പോയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഹാൻഡ് ഡ്രസ് ഒക്കെ ഉണ്ട്. ഈ വെള്ളം കണ്ടോ? ആൻഡ് ഇപ്പം തന്നെ ഈ അഴുക്കൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ ഇനിയും നല്ലപോലെ വാഷ് ചെയ്താൽ മാത്രം പോകുന്ന രീതിയിലുള്ള, പെട്ടെന്ന് തുടച്ചാൽ പോകാത്ത രീതിയിലുള്ള അഴുക്ക് പോയാ. എന്നാലും അഴുക്കുണ്ട്. നീ കട്ട് ചെയ്യരുത്, ഞാൻ പറയാം. ഇപ്പൊ മഴയൊക്കെ നനഞ്ഞ് കയ്യിൽ എന്തെങ്കിലും അഴുക്കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പിടുത്തം വരും, ചെളിയാവും. പിന്നെ ഇങ്ങനെയൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കുമല്ലോ, പിടിച്ചിരിക്കുമല്ലോ. അപ്പൊ എല്ലാവരും വരുന്നവരും പോകുന്നവരും നമ്മൾ പറയുന്ന പോലെ ഇരുത്താൻ പറ്റും. അവിടെ തൊടരുത്, ഇവിടെ തൊടരുത്, അവനൊരു കിണ്ടി. ഇവിടെ നമുക്ക് ഗ്രാം ഹാൻഡിലുണ്ട്, ഇവിടെ ലൈറ്റ് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് അത്യാവശ്യം നല്ല വലിയ സെഗ്മെന്റിൽ ഏറ്റവും വലുതെന്നാ പറയുന്നത്. നീളത്തിലായിരിക്കും അല്ലേ? ഏറ്റവും വലുത് നീളമായിരിക്കും. വീതി എനിക്ക് തോന്നുന്നു നോർമൽ വീതി സെയിം ആയിരിക്കും. നീളം പക്ഷേ കുറച്ച് സൺറൂഫ് പറഞ്ഞാൽ പോലെ മില്ലിമീറ്ററിനൊക്കെ പറയാനല്ലേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റ് ആണെങ്കിലും തലയൊന്നും ഇടിക്കുന്നില്ല. ഹെഡ് റൂം ഉണ്ട്. അത്യാവശ്യം പുറകിലാണെങ്കിലും ഒരു കമാൻഡിങ് സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ നോക്കുവാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ലല്ലേ? കുറെ ഇരുന്നപ്പോഴേ എനിക്ക് തോന്നി ആദ്യമായിട്ട് കയറുന്ന തോന്നി. കുറച്ച് ദൂരം കണ്ടു പോയിട്ടുണ്ട്. ആണല്ലേ? സർവീസ് സെന്റർ തന്നെ ആയിരിക്കും. അല്ല, ഫ്രണ്ട് ഓടിച്ചപ്പോ ഞങ്ങൾ ജസ്റ്റ് ബാക്കി ആണല്ലേ? അല്ലാത്തപ്പോ അവിടെ എവിടെയൊക്കെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ നോക്കുവാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു കമാൻഡിങ് പൊസിഷൻ ആണ് വണ്ടി. ഇഷ്ടപ്പെട്ടു, പൊളി. എടുക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്ത, ഇത് കുറച്ച് പാനൽ ഗ്യാപ്സ് ഉണ്ട്. ഇതിലും ഉണ്ടോ? ഇപ്പൊ ഇന്ത്യൻ കമ്പനിക്ക് പൊതുവേ ഉള്ള ഇന്ത്യൻ കമ്പനിക്ക് ഉണ്ട്. നമ്മുടെ ഞാൻ കാണിച്ചു ഇറങ്ങുമ്പോ ടയർ കുട്ടാ സൂക്ഷിച്ചോ കേട്ടോ. അതെ എന്റെ പൊന്നു,
ഇതിനകത്ത് ഇറങ്ങണമെങ്കിൽ ഒരു 1.5 ഇറക്കം ഞാൻ ഇറങ്ങണം. നിങ്ങൾക്ക് ദൂരോട്ട് നീങ്ങി ഇന്നാ കാണാം. ഓക്കെ, ഇതിന്റെയൊക്കെ ഇടയിലോട്ട് കണ്ടോ, ഇതിന്റെ ഇടയില് അതിന്റെ ഇട പല ഭാഗങ്ങളും വേണ്ടാത്ത രീതിക്ക് ഈ വിടം ഇതൊന്നും പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയേക്കോ അല്ലേ, എന്തോ വീട്ടിലുണ്ടാക്കിയോ. നേരത്തെ പറഞ്ഞ ഫോർച്യൂണർ അതാണ് ഗൈസ്, സൂം ചെയ്ത് കാണിച്ചാൽ കാണാം. നേരത്തെ പറഞ്ഞ അത് 18 ഇഞ്ചിന്റെ സെയിം പ്രൊഫൈൽ, നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്, ഗ്യാവിന്റെ വണ്ടിയാണ്. ഓക്കെ, നല്ല അഴകാ, ലെജൻഡറാണ്, പുതിയ മോഡൽ ലെജൻഡറാണ്. ആ വെള്ള വണ്ടിക്കകത്ത് ആ ബ്ലാക്ക് കലയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് വണ്ടി നല്ല കുളിച്ചിരിക്കുന്നു. നല്ല രസമുണ്ട് വണ്ടി കാണാൻ. എനിവേ, നമ്മുടെ താർ റോക്സിന്റെ റിവ്യൂ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഈ വണ്ടിയെ പറ്റി? എടുത്തതിൽ ഫുൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്ന ഒരു ഓണറിനെ എനിക്ക് കിട്ടി. ഓണറല്ല, എല്ലാം എടുക്കുന്നവരെല്ലാം ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ല, ഇതിന്റെ പർപ്പസ് അറിഞ്ഞായിരിക്കുമല്ലോ എല്ലാവരും എടുക്കുന്നത്. ഒരിക്കലും ഒരു കാർ കമ്പയർ ചെയ്ത് വണ്ടി പോയി എടുത്തിട്ട് കാര്യമില്ല. എന്നോട് പലരും ചോദിച്ചു ടയർ ഇട്ടേന്റെ മൈലേജ് ഡ്രോപ്പ് ഉണ്ടോ. ടയർ ഇട്ടേന്റെ മൈലേജ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വണ്ടി എടുത്തിട്ട് ആകെ ഒരു 200 കിലോമീറ്ററോ 300 കിലോമീറ്ററോ അവിടെ സ്റ്റോക്ക് ടയർ ലോഡ് ചെയ്തു. അതിന്റെ മൈലേജ് നമുക്ക് അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം പോയ ടയർ മാറിയത്. ട്രിവാൻഡ്രം പോയപ്പോൾ എനിക്കൊരു 13 മൈലേജ് കാണിച്ചു, തിരിച്ചു വന്നത് 14 കാണിച്ചു. അതിനെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ദിട്ടേന്റെ കൂടുതലുണ്ടെന്ന് അങ്ങനല്ല ഞാൻ പറയുന്നത്, ഡ്രൈവ് വ്യത്യാസമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് 80-100 അങ്ങനെ വന്നു. തിരിച്ചു വന്നപ്പോ ഈ സ്റ്റോക്ക് ടയർ അല്ല ഞാൻ അതിനകത്ത് അടുക്കി വെച്ചു. 5 ടയർ ഉള്ളപ്പം ആടാതിരിക്കാൻ വേണ്ടി 40-60 പയ്യെ വെറും 2000 മാക്സിമം. എങ്ങനെയാലും 12 കിലോമീറ്റർ ഒക്കെ ആവറേജ് കിട്ടും. 10 ഉറപ്പിച്ച് പറയാം മതി. ഇത്രയും വലിയൊരു വണ്ടി, ഒരു ഡീസൽ വണ്ടി, 2.2 ലിറ്റർ വണ്ടി ഓടിക്കുന്ന അനുസരിച്ചിരിക്കും. നമ്മളതിന്റെ സുഖത്തിന് അങ്ങ് ഓടിച്ചു പോകും, ചിലപ്പോൾ അത്രയും കിട്ടിയെന്ന് വരത്തില്ല. ഫ്ലൈയിങ് സ്ക്വയറിന്റെ BMW, ഇത് അന്ന് വന്നപ്പോൾ വേറെ കളറായിരുന്നു, അന്ന് ഞാൻ സ്റ്റിക്കറൊക്കെ ഇളകി കളഞ്ഞ സാധനമാണ്. ഇതിപ്പം കുറച്ചുകൂടെ അഴകായിട്ടുണ്ട് വണ്ടി. പുതിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചപ്പോഴത്തേക്ക് ഇതിപ്പോൾ എൻ്റെ എയർ ലിഫ്റ്റ്, ഓ എൻ്റെ പൊന്നെ, എയർ സസ്പെൻഷൻ വെച്ച് താക്കുന്നുണ്ടാ. ഏതാ സാഗറിനാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ വരും. സാഗർ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ സാധനം കണ്ടുള്ളത്, അത്രേ ഉള്ളൂ. അങ്ങനെ അത് കാല് കയറത്തില്ലല്ലോ, കൈ കയറത്തില്ല. ചവിട്ടി തൊട്ട് ഇങ്ങനെ ചവിട്ടി കൊള്ളാം അല്ലേ, ഇഷ്ടപ്പെട്ടു. എടാ ഈ ടയർ നോക്കുക, കാറ്റ് കഴിഞ്ഞാൽ വിരൽ കയറില്ല, ആ രീതിയിലാണ് എയർ സസ്പെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് റോഡിൽ കൂടെ ഒക്കെ ഓടിക്കണമെങ്കിൽ ഒരു മെനയാണല്ലേ. മെനയാണ് കാണുന്നവന്, ഓടിക്കുമ്പോൾ പാടല്ലേ, നിർത്തി വേണ്ടി എടുക്കാൻ. ദുബായ് ഈ റോഡിൽ പറ്റില്ല. അല്ലത് പൊക്കാവല്ലോ, എയറല്ല പൊക്കാ. ഫുള്ള് താന്ന് കിടക്കുക കണ്ടോ. എവിടെ B6 നോക്കട്ടെ. കാണിക്കാം. B6-ന് കസ്റ്റം റാപ്പൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. എന്നാലും ഞാൻ അങ്ങോട്ടൊന്ന് പൊക്കട്ടെ പ്ലീസ്. ഇവരുടെ എക്സ്ക്ലൂസീവ് റൂമിൽ അപ്പുറത്തെ കണ്ട് കിടപ്പുണ്ട്. ഓ നൈസ്. ഇതാണ് യെല്ലോ ഗോസ്റ്റ് എന്ന് പറഞ്ഞ പോർഷെ യെല്ലോ കളർ BE6. ഓ, യെല്ലോയ്ക്ക് ഒരു ഭംഗിയുണ്ടല്ലേ, പിന്നെ ഒരു ഭയങ്കര എടുപ്പുണ്ട് സാധനത്തിന്. ഈ ബ്രോയാണ് നമ്മുടെ ഗ്ലാൻസ് ആണ് ചെയ്തത്. ഹായ് ബ്രോ, ഹായ് പറയൂ. എന്താണ് പണിയുടെ അപ്ഡേറ്റ്? ഇവിടെ ഗ്ലോസി ബ്ലാക്ക് അല്ലേ അല്ലേ? PPF ആണോ അത്? അല്ല, ഇവിടെ ബ്ലാക്ക് കളർ തന്നെ. ബ്ലാക്ക് അല്ലേ? ഇവിടെ ബ്ലാക്കും ബാക്കിയല്ല യെല്ലോയും. എങ്ങനെയുണ്ട് പോലും? ഏതല്ലേ ഈ കാണുന്ന വണ്ടി എടുത്തിട്ട് 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. നിങ്ങൾ വീഡിയോ എടുത്തല്ലേ? ഇതിന്റെ യൂസർ റിവ്യൂ എടുത്താൽ നിങ്ങൾ യൂട്യൂബിൽ ഓൾറെഡി കണ്ടു കാണും. ഈ കാണുന്ന ബ്ലാക്ക് B6 ആണ്. ഈ കാണുന്ന യെല്ലോ കളർ പോർഷെ ഇൻസ്പയർഡ് ആയിട്ടുള്ള യെല്ലോ കളർ B6 ആവുന്നത്. എന്ത് രസമുണ്ടെന്ന് നോക്കുക. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും. ഇതാണ് ഇതിന്റെ പണിപ്പുരകൾ. കണ്ടോ, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉഫ്, എൻ്റെ മോനെ സെറ്റ് കിടു പൊളി ഇല്ലേ, നല്ല രസമുണ്ട്. ലൈക്ക് ആ മുകളിൽ നമുക്ക് ഫുൾ മൂൺ റൂഫാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മുകളിലുണ്ട്. ആൻഡ് ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ്, ഈ കാണുന്ന ബ്ലാക്ക്. നമ്മൾ ഈ വണ്ടിയുടെ ഓൾറെഡി ഒരു യൂസർ റിവ്യൂ കാണിച്ചിട്ടുള്ളതാണ്. ആൻഡ് നമ്മൾ യെല്ലോ ഗസ്റ്റിനോട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ ഒരു ഡേ വിത്ത് B6 എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ ഡേ EV എങ്ങനെ ചാർജ് നിൽക്കും അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് കാച്ചണം സെറ്റ് കേട്ടോ. എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെർഫെക്റ്റ്, സൂപ്പർ. അതെ, ഇത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രശ്നം ഇവിടെ അകത്ത് പുറകില് ചെറിയൊരു പ്രശ്നം. എനിക്ക് ഒട്ടും വണ്ണം കൂടെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ്. ഇനി ഇതാണ് B6-ന്റെ പണി നടക്കുന്ന സമയത്ത് സംഭവം. നിങ്ങൾ ഓൾറെഡി റീലൊക്കെ കണ്ടു കാണും. ഇപ്പോൾ ഇഷ്ടംപോലെ ഒരു 10 റീലെങ്കിലും ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ഇട്ട് കാണും. ഫ്രണ്ടിൽ ബമ്പർ അയച്ചു കഴിഞ്ഞാൽ B6 ഇങ്ങനെ ഇരിക്കും കേട്ടോ. സുന്ദരക്കുട്ടപ്പൻ B6. ക്രഷ് തോന്നുന്നു ഗൈസ്, ക്രഷ് തോന്നുന്നു. ഇന്റീരിയറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലല്ലേ? ഇന്റീരിയറിൽ സെയിം തന്നെ, സ്റ്റോക്ക് ആൻഡ് വെച്ചേക്കല്ലേ? സീറ്റ് കവറൊന്നും മാറ്റുന്നില്ലല്ലോ, വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ.
അല്ല അതിന് വെന്റിലേഷൻ ഉള്ളതല്ലേ. ആ ശരിയാ പറഞ്ഞല്ലോ, അതും പറ്റത്തില്ല. PPF ഇത് കഴിഞ്ഞിട്ട് PPF ചെയ്തോ? പിന്നെ മേളിൽ PPF. സ്റ്റോക്കിന്റെ മുകളിൽ PPF ചെയ്തേക്കുവാ. മറ്റേ ബെൻസിൽ ഇതിന്റെ മേളിലും PPF ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അത് അങ്ങനെ വരുന്ന സ്റ്റിക്കർ അല്ലായിരുന്നു അത്? അത് കൂടി മെറ്റീരിയൽ. യെസ്. അവര് കാണത്തില്ല. ഇത് മസ്താങ് ആണ്, റെഡ് കളർ മസ്താങ്. ഇത് ആരുടെയാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യൂ. ഇത് പച്ച കളർ മസ്താങ് ആണോ റെഡ് ആണോ? ആക്ച്വലി ഏത് കളറാണെന്ന് ഒരു പിടുത്തമില്ല. ഇത് എന്ത് ചെയ്യാൻ വേണ്ടി വന്നാ? ഇത് എന്ത് ചെയ്യാൻ വന്നായിരിക്കും? റാപ്പ് ഫുൾ ഏത് കളറാ ഇത്? ചുവപ്പുണ്ട്, കറുപ്പുണ്ട്, മഞ്ഞ കേട്ടോ, എക്സോസ് നോട്ട് കേട്ടോ. ഇതാണ് എന്റെ ഇന്റീരിയർ സെറ്റ്. എങ്ങനെയാണ് ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു വണ്ടി മേടിച്ചത്? ഇത് അല്ല, ഇത് ഇടയ്ക്ക് നല്ല വർക്കിന് എപ്പോഴും വരുന്ന വണ്ടിയാണ്. ഒരു ഐശ്വര്യമുള്ള വണ്ടിയാണ്. 2 സീറ്റർ ആണെങ്കിൽ എന്നാലും നല്ലവരിക്കാൻ ആണല്ലേ. ബമ്പറൊക്കെ ഊരി വെച്ചേക്കാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ബമ്പറൊക്കെ അവിടെ കിടക്കാണ്. BM അവിടെ കുറേ വണ്ടികളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ഥിരം സ്പോട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. പുറത്ത് നല്ല മഴയാണ്, അവിടെ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ അവിടെ ഇവിടെയും കിടക്കുന്നത് കാണാം. എനിവേ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ താങ്ക്സ് ഫോർ ജോയിനിങ് ഇൻ മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ്. വേറെ ഒന്നും പറയാനില്ലല്ലോ, നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ലോങ് ടൈം ഒരു വീഡിയോ പോലെ നമുക്ക് എന്തെങ്കിലും കാണിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ബൈ ബൈ ഗൈസ്. ബൈ ബൈ.